ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാ ഭദ്രം പശ്യേമാക്ഷഭിർയജത്ര സ്ഥിരൈരംഗൈസ്തുഷ്ടുവാം സസ്തനോഭിർവ്യശേമ ദേവഹിതം യദായു സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധ്രശ്രവ സ്വസ്തി ന പൂഷാ വിശ്വവേദ സ്വസ്തി നത്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതോ. ചെവിയിൽ കേൾപ്പതെല്ലാതും കൺകളാൽ കാൺമതൊക്കെയും മംഗളമായി ഭവിപ്പാനായി ദേവന്മാരെ തുണയ്ക്കണം. ഉറച്ചമൈകളാൽ ഞങ്ങൾ ആയുഷ്കാലം മുഴുക്കയും ദേവകാര്യാർത്ഥമായി തീർക്കാൻ ദേവന്മാരെ തുണയ്ക്കണം. എല്ലാം കാണുന്ന പൂഷാവേ മഖഭൻ കീർത്തിശാലിനേ, അരിഷ്ടങ്ങൾ നീക്കും ഗരുഡ ദേവാചാര്യ ബൃഹസ്പതേ. ഞങ്ങൾക്കു സ്വസ്തി നൽകണേ, ജീവിതം ശാന്തമാകണേ. ഭാരതഭൂവിൽ വാണ പൂർവിക ഋഷികളെ പാരിതിൻ സ്ഥൂല സൂക്ഷ്മ തത്വാർത്ഥവേദികളെ, സത്യവും അസത്യവും നിത്യവും അനിത്യവും ഉത്തമ വിവേകത്താൽ കണ്ടൊരു ദിവ്യന്മാരെ, വിത്തിങ്കൽ മഹാവൃക്ഷം തത്വത്തിൽ ബ്രഹ്മാണ്ടവും വെഷ്ടിയിൽ സമഷ്ടിയും കണ്ടൊരു സൂക്ഷ്മജ്ഞരെ, പരയിൽ പശ്യന്തിയും മധ്യമ വൈകാരിയും ഒരുമിച്ചതു കണ്ട നാദശാസ്ത്രജ്ഞന്മാരെ, നിങ്ങളെ നമിക്കുന്നു, നിങ്ങളെ നമിക്കുന്നു. മംഗളം വന്നിടാനായി നിങ്ങളെ നമിക്കുന്നു. ശ്രേഷ്ഠൻ വരേണ്യൻ യോഗസ്ഥൻ അജ്ഞാതൻ എന്ന രീതിയിൽ വർത്തിക്കും എൻ ഗുരവേ, ഭക്തിയോടെ നമിപ്പു ഞാൻ. 11ാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാസത്രം. ഈ വേദിയിൽ അനേക പ്രവക്താക്കളായ മഹാനുഭാവന്മാർ വന്ന് പ്രവചനം ചെയ്ത, പ്രവചനത്തെ ശ്രദ്ധിച്ച, ഭാരതഭൂമിയുടെ ഹൃദയമെന്നതുപോലെ നൈമിഷാരണ്യം എന്ന് എഴുതപ്പെട്ട ചരിത്രത്തിൻ്റെ സുവർണലിപികളിലേക്ക് ഉയരാൻ, ആലേഖനം ചെയ്യാൻ കാരണഭൂതമായ ഈ ഭൂമിയിൽ സന്നിഹിതരായിരിക്കുന്ന സനാതനധർമ്മികളെ, നമ്മൾ ഓരോരുത്തരും ഭാഗവതത്തിൻ്റെ അനേക കഥാഭാഗങ്ങളെ ശ്രവിക്കുണ്ടായി. എനിക്കിവിടെ തന്നിരിക്കുന്ന വിഷയം ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിലെ ഏകാദശ അധ്യായം 11ാമത്തെ അധ്യായത്തിലെ ഒരു 49 ശ്ലോകങ്ങൾ ഉദ്ധവ മഹാശയനും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള സംവാദ രൂപേണയുള്ളതിൽ ബദ്ധനും മുക്തനും ഭക്തനും എന്ന വിഷയത്തെ പ്രതിപാദിക്കുകയാണ്. അതിൽ 25 ശ്ലോകങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന ആ ബദ്ധനും മുക്തനും എന്ന് പറയുന്ന വിഷയത്തെ പ്രതിപാദിക്കാനായി ഈ സത്രത്തിൻ്റെ ആത്യന്തികം
ഭൂമാനന്ദസ്വാമി തിരുവടികൾ അദ്ദേഹത്തെ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഭാരതത്തിൻ്റെ സനാതനം എന്ന് പറയുന്ന ഉദ്ഘോഷിക്കുന്നതിനെക്കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ഉപനിഷിതമായ തത്വത്തിലൂടെ അതിലേക്ക് പ്രവേശിക്കുകയാണ്. മുണ്ടകം എന്ന് പറയുന്ന ഉപനിഷത്തിലെ ഒരു ശ്ലോകമാണ് അതിൽ ഉദ്ധരിച്ചത് ഭഗവാൻ. എന്തിനാണ് അനേക ഉപനിഷിതമായിട്ടുള്ള തത്വങ്ങളെ ഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഉദ്ധവ മഹാശയനോട് ഭഗവാൻ മുണ്ടകോപനിഷത്തിൽ 2-3 ഖണ്ഡങ്ങളായിട്ട് പറയുന്നതിൽ മൂന്നാമത്തെ ഖണ്ഡത്തിൽ 1-ാമത്തെ ശ്ലോകമായിട്ട് വരുന്നത് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ മലയാളീകരിച്ച രൂപം നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമാകും. നമ്മളെല്ലാവരും കേരളത്തിൽ ജനിച്ചവർ ധാരാളം വന്നിരിക്കുന്നൊരു വേദി. അതുകൊണ്ട് ആ ശ്ലോകത്തെ ഒന്ന് ധരിക്കാം. ആദ്യം യദൃച്ഛയാ 2 സുവർണരിഷ്ടർ സമാനർ വാഴുന്ന ഒരു ആൽമരത്തിൽ ആലിൻ പഴം തിന്നുവതേകൻ അന്യൻ നിരന്നനായും ബലമേറിടുന്നോൻ വിദ്വാനവൻ തന്നെയും അന്യനെയും അറിഞ്ഞിടുന്നോൻ ഹഹവിപ്പലാദൻ അവിദ്യയാണ്ടോനത നിത്യബദ്ധൻ മറിച്ചു വിദ്വാനിഹ നിത്യമുക്തൻ. ഇങ്ങനെ ഭോക്താവ് ഭോജ്യം എന്നുള്ള 2 വസ്തുക്കളെ വേണ്ടതുപോലെ അറിയാവുന്നവൻ മുക്തനായിരിക്കുന്നു. എന്നാൽ അറിയാതെയെല്ലാം ഭുജിച്ചുകൊണ്ട് ഇന്ദ്രിയാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നവൻ ബദ്ധനായി തന്നെ കഴിയാൻ ഇടവരുന്നു. ഇത് ഒരു കവിതാരൂപത്തിൽ, ഒരു കാവ്യകൽപ്പനാരൂപത്തിൽ ഇവിടെ വിശേഷിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ പുരാണങ്ങളിൽ അനേക ഉപനിഷിതമായിട്ടുള്ള ശ്ലോകങ്ങളെ ഉദ്ധരിക്കാൻ ഉപനിഷത്തിൽ ജ്ഞാനം അജ്ഞാനം എന്ന 2 പദങ്ങളെ വളരെ അനേക സ്ഥലങ്ങളിൽ അജ്ഞാനത്തെ മറികടന്നുകൊണ്ട് ജ്ഞാനത്തെ സമുദ്ധരിക്കാൻ അല്ലെങ്കിൽ കരഗതമാക്കാൻ വേണ്ടി പറയുന്നതായിട്ടുള്ള ഭാഗങ്ങൾ. ഇങ്ങനെ നമ്മൾ ജ്ഞാനം അജ്ഞാനം എന്ന 2 പദങ്ങളെ ആശ്രയിക്കുന്ന സമയത്ത് അവർ പറയുണ്ടായി, ഇന്ദ്രിയങ്ങൾ ലോകതൃഷ്ണയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിനെ കാരണമാകുന്ന സ്വരൂപം മനസ്സാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലേക്കും മനസ്സിൻ്റെ സകല വികാര വിചാരങ്ങളും പ്രാണനിൽ സുഷുപ്തമായിട്ടുള്ള ഭാവത്തിൽ സമ്മേളിക്കുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഉണരാനും ഉയരാനും ആവശ്യപ്പെട്ടു. അപ്പം അത് നമുക്ക് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിലൂടെ ഉദ്ധവമഹാശയനോട് പറയുന്നുണ്ട്. എന്തെന്നാൽ മനസ്സിൽ പടർക്കും മഹാകാമവല്ലി പറിച്ചങ്ങു വേരോടു ദൂരത്തു നീക്കി തുരത്താൻ കരുത്തൻ ഒരുത്തൻ അതെങ്കിൽ ജയത്തിനടുത്താണവൻ തീർച്ചയായും. ജയം വരിക്കാനുള്ള ഉപദേശങ്ങളാണ്. ഇങ്ങനെ മൃത്യുഭാവത്തിൽ നിന്നും അവശതാഭാവത്തിൽ നിന്നും ഉണരാനും ഉയരാനും വേണ്ടി ശ്രീമദ് ഭാഗവതമെന്ന ഈ മഹാപുരാണത്തെ, ഭഗവാനാൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പുരാണത്തെ ഇവിടെ വിവക്ഷിക്കുമ്പോൾ ഭഗവാൻ തന്നെ പറയുകയാണ്, ബദ്ധനും മുക്തനും ഒരേ ശരീരത്തിൻ്റെ ഭാഗങ്ങളെപ്പോലെ നിലകൊള്ളുകയാണ്. ബദ്ധനായി ഭുജിക്കുന്നവനെ മാത്രം അറിയുന്നവൻ, നേരെ മറിച്ച് ഭുജിക്കുന്നതിനെയും ഭുജിപ്പവനെയും അറിയുന്നവൻ നിത്യമുക്തനായിരിക്കുന്നു. പ്രജാപതി ധർമ്മം എന്നൊരു ധർമ്മം, നമ്മളെല്ലാവരും പ്രജാപതി പദത്തെ പിന്തുടരുന്നവരാണ്. മനുഷ്യരാശികൾ പ്രത്യേകിച്ച് ആ സൃഷ്ടി കണ്ടുകൊണ്ട് പ്രജാപതി സുകൃതം 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 എന്ന് വിശേഷിപ്പിച്ചു. ഉത്തരേ മനുഷ്യൻ ഉത്തമനാണ്. മൃത്യുവുള്ളവനാണെങ്കിൽ അവരവിടെ നെഗനേഷനിലൂടെ പറയുകയാണ്, അമൃതം എന്ന പദമാണ് ഏറ്റവും ശ്രേഷ്ഠം. അന്യത്തിൽ കാംക്ഷയുള്ളവൻ, അന്യത്തിൽ ത്വരയുള്ളവൻ, അന്യത്തിൽ ഭോഗമനുഭവിക്കുന്നവന് അനന്യം എന്നുള്ള പദത്തിലൂടെ സാധിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് നമുക്കെല്ലാവർക്കും ഭയം എന്നുള്ള സ്വരൂപം. പ്രിയം വിടുന്നേരമകത്തിരിക്കും
ഭയം നശിക്കുമെന്നതു ശ്രുതി ചൊല്ലിയല്ലോ. ശ്രുതിയുക്തമായിട്ടുള്ള വാക്കാണ് ഏറ്റവും നമുക്ക് കൈവല്യം ഭരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഓരോരുത്തരും ശ്രുതിപ്രോക്തമായിട്ടുള്ളതിനെ അറിയാനിട വരണം. ശ്രുതികളും സ്മൃതികളും കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ സംഭവത്തിൽ പൂർവിക പുണ്യനിരതന്മാരായ ഋഷീശ്വരന്മാർ തപോനിരതന്മാരായതുകൊണ്ട് തപസ്സിലൂടെ ഉണർത്തി. അവർ വളരെ സിമ്പിളായി വളരെ ഡയറക്റ്റായിട്ട് പറഞ്ഞു, തത്വമസി എന്ന് പറഞ്ഞു. അപ്പോഴും നമ്മുടെ അഹങ്കാരം സമ്മതിച്ചില്ല. എന്തെന്നാൽ ഞാനോ? ഇങ്ങനെ ഓരോരുത്തരും ദേഹം എപ്പോഴാണോ ജാഗ്രത എന്നുള്ള അവസ്ഥയിലേക്ക് ഉണർന്നിരിക്കുന്നത്, ആ സമയം മുതലാണ് നമ്മുടെ ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥയെ അറിയുന്നത്. ഇങ്ങനെ ആ ജാഗ്രത്തിൽ മനസ്സും ഇന്ദ്രിയങ്ങളും പടർന്ന് വിഷയങ്ങളിലേക്ക് ഭ്രമിച്ച് രൂഢമായിട്ട് അന്യത്തിൽ ഭോഗത്തിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് അതിനെ അവർ മൃത്യുഭാവമെന്നും അവശതാഭാവമെന്നും അതിനെ തിരിച്ചു പിടിക്കാനും അതിലൂടെ ഉണരാനും ഉയരാനുമായിട്ട് ഉപദേശങ്ങൾ അവർ പറയണ്ടായി. വാക്കാൽ മനസ്സാൽ ചക്ഷുസ്സാൽ പിടിക്കാൻ പറ്റുന്നതൊന്നുമല്ലിത്, ഉണ്ടെന്നു കണ്ടവൻ കണ്ടു അല്ലാതാരതു കണ്ടിടും. അങ്ങനെ ഉള്ളതിനെ വേണ്ടതുപോലെ അറിയണം. ഇല്ലായ്മയെ മാത്രം സത്താണെന്ന് ധരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അത് നമുക്ക് ദുഃഖം തരും എന്ന് അറിയിച്ചു. അപ്പം അതിനെ ഈ ഉപനിഷിതമായിട്ടുള്ള ഓരോന്നും മഹർഷിമാരുടെ രചനകളല്ല, അത് അവരുടെ അന്തരംഗത്തിൽ പ്രകാശിച്ച മന്ത്രമാണ്. മന്ത്രമെന്നാൽ നമ്മളെ ത്രാണനം ചെയ്യുന്നത്, നമ്മളെ ഉണർത്തുന്നത്, നമ്മളെ ഉയർത്തുന്നത്. ഇങ്ങനെ മനോരൂപത്തിൽ നിൽക്കുന്ന ഓരോ വസ്തുക്കളും ദുഃഖത്തിൽ പോയി ഇന്ദ്രിയങ്ങളായിട്ട് വിഷയങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് ദുഃഖിക്കുന്നു. യഥാർത്ഥത്തിൽ ജീവൻ ആനന്ദമാകുന്ന സ്വരൂപം നേടണമെങ്കിൽ ബഹിർമുഖം മാനസമിന്ദ്രിയങ്ങൾ മടങ്ങി അന്തർമുഖമായിടുമ്പോൾ ധരിച്ചിടും മന്ത്രനിഗൂഢസാരം. ഈ മന്ത്രം നിഗൂഢം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ രഹസ്യമാണല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളല്ലേ നമ്മളൊക്കെ രഹസ്യമായിട്ട് വെക്കുക എന്നാണ്. പക്ഷെ ഇത് പരസ്യപ്പെടുത്താൻ സാധിക്കാത്തതാണ്, പരസ്യങ്ങൾ ഇഷ്ടപ്പെടാത്തതാണ്. അപ്പം അതുകൊണ്ട് നിഗൂഢമായിട്ടുള്ള ഈ തത്വത്തെ അവർ ഗ്രഹിക്കണമെങ്കിൽ അവനവനിലേക്ക് സഞ്ചരിക്കണം. ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ശ്രുതിപ്രോക്തമായിട്ടുള്ള ഒരു ശ്ലോകത്തെ അവിടെ ഉദ്ധരിച്ചു. എന്തെന്നാൽ അനേക ഉപനിഷത്തുക്കളിൽ ദശോപനിഷത്തുക്കളെ കുറിച്ച് പറയാറുണ്ട്. ഈശകേന ഘടപ്രശ്ന മുണ്ടമാണ്ഡോക്യ തൈത്തിരി ഐതരേയം ച ശാന്തോക്യം ബൃഹദാരണ്യകമേവച എന്ന് പറയുന്ന ദശോപനിഷത്തുകൾ. ഉപനിഷിതമായിട്ടുള്ളത് ഭഗവാൻ ഇവിടെ അടുത്ത് വരുന്ന യാതൊന്നും സാധിക്കാത്തവനല്ല, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവനല്ല. അർജുനൻ എന്ന മധ്യമ പാണ്ഡവനോട് ഭഗവാൻ ഉപദേശിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എല്ലാവിധത്തിലുള്ള ഗുണങ്ങളുമുള്ളവനാണ്. പാശുപതം എന്ന ദിവ്യസ്വരൂപത്തെ സ്വീകരിച്ചവനാണ്, മഹാദേവനെ തോൽപ്പിച്ചുകൊണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ മഹാദേവനിൽ നിന്ന് സ്വീകരിച്ചവനാണ്. അപ്പോൾ എത്രയും പരമപവിത്രമായിട്ടുള്ള വിദ്യ അഭ്യസിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചവനും ശ്രമിച്ചവനും എല്ലാ ഗുണങ്ങളും നിറഞ്ഞവനും അദ്ദേഹത്തിൻ്റെ ഗുരുവാകുന്ന ദ്രോണാചാര്യൻ, അദ്ദേഹത്തിൻ്റെ ഗുരുവാകുന്ന അഗ്നിവേശ ഋഷി, ഇവരെല്ലാവരും ശ്രേഷ്ഠന്മാരാണ്. ഇങ്ങനെ പ്രത്യേകിച്ച് നല്ലൊരു ഗുരുപരമ്പരയിൽ നിന്ന് ആയോധന വിദ്യ നേടിയവൻ യുദ്ധഭൂമിയിൽ അവശനായി തളർന്നിരിക്കുന്നത് കണ്ടപ്പോൾ വിഷമത്തിൽ സാധാരണ ജനങ്ങളെപ്പോലെ നീ ചിന്തിക്കരുത് അർജുന, ഭഗവാന്റെ ഉപദേശം അവിടെയാണ്. അപ്പോൾ യാതൊരു കഴിവുമില്ലാത്ത ഒന്നിനും കൊള്ളരുതാത്തവർക്ക് ആശ്രയിക്കാനോ ഉപാസിക്കാനോ ഉള്ളതല്ല ഈശ്വരൻ്റെ മഹദ്വചനങ്ങൾ അല്ലെങ്കിൽ ഈശ്വരീയത. ഇതനുഭവിച്ചറിയണമെങ്കിൽ നമുക്കും ഈ ഗുണങ്ങളുണ്ടായിരിക്കണം. എന്തെന്നാൽ മനുഷ്യ ശരീരം ലഭിച്ചാൽ വിദ്യ പോലൊരു കണ്ണില്ല മറ്റൊന്നും, സത്യം പോലില്ല നൽതപം, ഇല്ലാ രാഗസമം ദുഃഖം, ഇല്ലാ ത്യാഗസമം സുഖം. ഈ ത്യാഗോജ്വലമായത് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുക ഭൗതികമായിട്ടുള്ളതെല്ലാം വെടിയലാണോ എന്ന്. അങ്ങനെ പറഞ്ഞില്ല.
എന്തെന്നാൽ എൻ്റെ ഗുരുവാകുന്ന ആചാര്യനാകുന്ന ശിവശങ്കരൻ എന്ന് പറയുന്ന അദ്ദേഹം, ശിവേട്ടൻ എന്ന് ഞങ്ങളൊക്കെ വിളിക്കും, അദ്ദേഹം ഈ തൃശ്ശൂർ ജില്ലയിൽ ജനിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് പരസ്യങ്ങളില്ല. ചേലക്കരയിൽ പുലാക്കോട് ദേശത്ത് വടക്കേ താമറ്റൂർ എന്ന് പറയുന്ന ഗൃഹത്തിൽ യോഗിവര്യനായിട്ടുള്ള ശ്രേഷ്ഠൻ, വരേണ്യൻ, യോഗസ്ഥൻ, അജ്ഞാതൻ എന്ന രീതിയിൽ അങ്ങനെ പരസ്യങ്ങളില്ലാതെ, പരസ്യപ്പെടുത്തലുകളില്ലാതെ അദ്ദേഹം തപോനിരതനായി ഇരിക്കുന്ന ആ മഹത് വ്യക്തിയുടെ മഹത് വചനങ്ങൾ, ദശോപനിഷത്തുക്കളിൽ 9 അദ്ദേഹം വളരെ ലളിതമായി മലയാളത്തിലേക്ക് പരസ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, പക്ഷെ എങ്കിലും അദ്ദേഹത്തിൻ്റെ സമീപത്ത് വരുന്ന ആധ്യാത്മിക കുതുകികൾക്ക് അല്ലെങ്കിൽ ആധ്യാത്മയോഗം വേണ്ടതുപോലെ ഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തപസ് ഭാഗമായിട്ട് എത്തുന്നവർക്ക് ദമായന്ത ബ്രഹ്മചാരിന സ്വാഗ, ശമായന്ത ബ്രഹ്മചാരിന സ്വാഗ, ശമം ദമം മുതലായിട്ടുള്ളത് അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ബ്രഹ്മചാരിമാർ ആശ്രയിക്കുന്ന സമയത്ത് ഉപദേശിക്കാറുണ്ട്. ഈശാവാസ്യം എന്നുള്ള ഉപനിഷത്തിനെ അദ്ദേഹം പറഞ്ഞു, ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ചിത് ജഗതാം ജഗത്തേന ത്യക്തേന ഭുഞ്ചീത മാകൃത കസ്യ സിദ്ധനം എന്ന ആദ്യ ശ്ലോകം. മാത്രമല്ല ഓരോ ഉപനിഷത്തിനും മംഗളമായിട്ടുള്ള ശ്ലോകങ്ങൾ പറയാറുണ്ട്. ഭഗവാൻ നമ്മുടെ ജീവിതത്തെ മംഗളമാക്കാനുള്ള സതുപദേശങ്ങളാണ് ഉദ്ധവ മഹാശയനോട് ഏകാദശത്തിൽ വളരെ ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ മംഗളമാക്കാനും സ്വസ്തി പ്രാപിക്കാനും സുഖവും സാമവും ചേർന്ന ജീവിതം ലഭിക്കാനും വേണ്ടി ഷൺമോ അസ്തുതിപദേശം ചതുഷ്പദേ എന്നൊക്കെ പുരുഷസൂക്ത മന്ത്രത്തിൻ്റെ ആദ്യം ചില പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. തച്ഛം യോ രാവൃണീമഹേ ഗാതും യജ്ഞായ ഗാതും യജ്ഞപദയേ ദേവീ സ്വസ്തിരസ്തു ന സ്വസ്തിർമാനുഷേഭ്യ ഊർധ്വം ജിഗാതു ഭേഷജം ശംനോ അസ്തുതിപദേ ശം ചതുഷ്പദേ. ഇരുക്കാലികളായിട്ടുള്ളവർക്കും നാൽക്കാലികളായിട്ടുള്ളവർക്കൊക്കെ സുഖവും സാമവും ചേർന്ന ജീവിതം ഭവിക്കണേ എന്ന് ആഗ്രഹിച്ചവർ, അതേപോലെ മഹാനുഭാവന്മാരായിട്ടുള്ളവർ ഇന്നും ഭൂമണ്ഡലത്തിലെ അമോഘമായ സത്യാന്വേഷികളാകുന്ന സത്യദൃക്കുകളായിട്ടുള്ള ഋഷീശ്വരന്മാർ, അവര് ഭാരതഭൂമിയിൽ ശോഭിക്കുന്നുണ്ട്. നമ്മുടെ തപസ് ഭാഗമാകുമ്പോൾ നമ്മളിവിടെ അനേക സ്വാമിജിമാരെ ദർശിക്കുന്നുണ്ട്. ഇവരെ ഓരോരുത്തരും ഈശ്വരീയ വിഭൂതികൾ അറിഞ്ഞ് അനുഭവിച്ച് മറ്റുള്ളവരിലേക്ക് പകർത്താൻ വേണ്ടി, അത് വാചാലത കൊണ്ടല്ല, അവരുടെ അന്തരംഗ സത്യം. സത്യത്തിനെ നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുക? സത്യം സത്യമായിട്ടേ കാണാൻ സാധിക്കുള്ളൂ, അന്ധകാര രൂപേണ പിടിക്കാൻ സാധിക്കില്ല. സൂര്യഭഗവാന്റെ പര്യായ പദമായിട്ട് സത്യം എന്ന് പറയാറുണ്ട്, എല്ലാ അന്ധകാരങ്ങളെയും ദൂരീകരിക്കുന്നവൻ. അതുപോലെയാണ് ഇവിടെ ഭഗവാൻ ഉദ്ധവ മഹാശയനോട് നിനക്ക് സുഖവും സാമവും മംഗളവും ഭവിക്കണമെങ്കിൽ മുക്തരാവാനുള്ള വഴികൾ എന്ത്, അതിനെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. നമുക്കിവിടെ കൈവല്യം, മുക്തി ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതും പറയുന്നതും നമ്മുടെ ഇപ്പോൾ ഉള്ള പ്രസന്റ് സിറ്റുവേഷനിലുള്ള ജീവിതം കഴിഞ്ഞ് ലഭിക്കുന്നതാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ധാരണയുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എത്തേണ്ടതായിട്ടുള്ള ഈ ആത്മാന്വേഷണം അല്ലെങ്കിൽ ആത്മനിർവൃതി ഇതറിയണമെങ്കിൽ ഈശൻ നിറഞ്ഞു നിൽക്കുന്നു ഓതപ്രോതം ജഗത്തിതിൽ, ഈശൻ തന്നോരു വിത്തത്താൽ ജീവിച്ചോ വെക്കല വിത്തത്തിലാഗ്രഹം. ആദിശങ്കരാചാര്യര് അദ്ദേഹത്തിനെ പോലുള്ളവര് ഇതിനെ വളരെ ലളിതമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് മന്ത്രങ്ങളെ. സ്വാമി മൃഡാനന്ദ സ്വാമി അവരൊക്കെ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസം എൻ്റെ ആചാര്യൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് തോന്നി വരാം. തേന തെക്തേന മുഞ്ചീത എന്നുള്ള പദത്തിന് ഏഷണാത്രയം വെടിയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കണം, ഇവിടെ ഏഷണാത്രയം എന്ന് പറയുന്നത് പുത്രേഷണ, വിത്തേഷണ, ജഗദേഷണ. മനുഷ്യ ശരീരം ലഭിച്ച ഒരാൾക്ക് എങ്ങനെയാ പുത്രേഷണ വെടിയാൻ സാധിക്കുക? ശരീരം പരിപക്വമായി വരുന്ന സമയത്തുണ്ടാകുന്ന ഇന്ദ്രിയങ്ങളുടെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നമ്മുടെ പ്രജാതന്തുവിനെ വേണ്ടതുപോലെ നിലനിർത്തണം എന്ന് പ്രജാപതി ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ളൊരു ക്രിയയാണ്. അപ്പം അതുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അങ്ങനെ പുത്രേഷണ എന്നുള്ളതിൽ നിന്ന് വിത്തം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ പുത്രന്മാർക്ക് തൈത്തിരീയ മുതലായിട്ടുള്ള ഉപനിഷത്തുക്കളിൽ പറയുന്നുണ്ട്, ഇങ്ങനെ വരുന്ന ബ്രഹ്മചാരിമാർക്ക് സതുപദേശങ്ങൾ കൊടുക്കുമ്പോൾ അവർ പറയുകയാണ്, നിന്റെ സ്വാധ്യായം വേണ്ടതുപോലെ ചെയ്യണം, സ്വയം അധ്യയനം ചെയ്തതിനെ നീ പ്രവചിക്കണം, പ്രവചനം നിന്റെ ജീവിതചര്യയായിരിക്കണം. മാത്രമല്ല നീ ആരെയാണോ നിന്റെ പ്രജ വേണ്ടതുപോലെ പരിപോഷിക്കാൻ വേണ്ടി വരിക്കുന്നത്
വീര്യാദാനം സ്വീകരിച്ചവളെ നീ വേണ്ടതുപോലെ സംരക്ഷിക്കണം. ഇങ്ങനെ ഗാർഹസ്ഥ്യം എന്ന ധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിന്നെ ആശ്രയിക്കുന്നവരുണ്ട്. ഇവരെ നീ വേണ്ടതുപോലെ ആദരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ അനേക സത്ത് ഉപദേശങ്ങൾ. ഇത് ഉപദേശം എന്ന് പറയാൻ വയ്യ, അവർ മനസ്സിലാക്കിയത്. നമ്മൾ ഓരോരുത്തരും ലോകത്തെ പിടിക്കുന്ന സമയത്തുണ്ടാകുന്ന വ്യത്യാസം എന്തെന്നാൽ, ഏഷണാത്രയം വെടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ത്യാഗം എന്നാണ് പറയുക, അല്ലെങ്കിൽ ത്യാഗി എന്നാണ് പറയുക. അപ്പം രണ്ടാമത്തെ ശ്ലോകം പറയുകയാണ്, കുർവൻ നേവേഹ കർമാണി ജിജീഷേ വേച്ഛതാം മതാം. എന്താ അങ്ങനെ പറയാൻ കാരണം? കർമ്മം ഇങ്ങനെ ചെയ്തിട്ട് ഇച്ഛിച്ചോ 100 വത്സരം, ഇതേ ഗതിയായുള്ളൂ ആത്മസായുജ്യമെത്തുവാൻ. ഇങ്ങനെ നമുക്കെല്ലാവർക്കും ആത്മസായുജ്യം നേടണമെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ വയ്യ. അപ്പോൾ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ബദ്ധനാവുമോ മുക്തനാവുമോ, ഇതാണല്ലോ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആദ്യം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ മഹർഷിമാർ പറഞ്ഞു, പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അതും പൂർണ്ണം ഇതും പൂർണ്ണം, പൂർണ്ണത്തിൽ പൂർണ്ണമുദ്ഭവം, പൂർണ്ണത്തിൽ നിന്നു പൂർണ്ണത്തെ നീക്കിലും ബാക്കി പൂർണ്ണമാം. ഇങ്ങനെ പൂർണ്ണം എന്നുദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം അതിൽ പെട്ടുകഴിഞ്ഞു. പിന്നീട് എന്തേ വീണ്ടും പൂർണ്ണത്തെ വർണ്ണിച്ചത്? നമ്മുടെ ഉള്ളിലൊക്കെ ചില സംശയങ്ങൾ ഉണ്ടായിന്ന് വരാം. ഇങ്ങനെ സംശയത്തെ ദൂരീകരിച്ചുകൊണ്ട് അധ്യാത്മയോഗം വെളിവാക്കാൻ വേണ്ടിയിട്ടുള്ള സത്തായിട്ടുള്ള മന്ത്രങ്ങൾ. അതുകൊണ്ട് പറയുകയാണ്, ആത്മസായുജ്യമെത്താതെ പോകുന്നോർ ഗതി കഷ്ടമേ, കണ്ണുപൊട്ടും ഇരുട്ടുള്ള ആസുരം ലോകങ്ങളവർ ചെന്നിടും. അപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന ശരീരം എന്ന വിത്തം പ്രജാപരിപാലനത്തിനും പ്രജാതന്തു വേണ്ടതുപോലെ നിലനിർത്താനും ഈ ഭൗതികമായിട്ടുള്ള ജീവിതം ലോകം വേണ്ടതുപോലെ മനസ്സിലാക്കാനും അനുഷ്ഠിക്കാനും ആചരിക്കാനുമുള്ളതാണ്. അതിനെ ഒറ്റടിക്കില്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ എന്നാൽ ഓരോ ദിവസവും നമ്മൾ ആ അവസ്ഥയിലേക്ക് മടങ്ങുന്നുണ്ട്. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും നിദ്ര എന്നുള്ള സ്വഭാവം നമ്മുടെ ശരീരത്തിലുള്ള വികാരമാണ്. അപ്പം അങ്ങനെ നിദ്ര എങ്ങനെ വന്നു? നമ്മളൊക്കെ സാധാരണ ഇന്ദ്രിയങ്ങൾക്ക് അവശത പോകുന്ന സമയത്ത് ഉറങ്ങും. പക്ഷേ ഉറക്കത്തിൻ്റെ രൂപത്തിൽ അറിയുക എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. നമ്മൾ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയും, അതെപ്പോഴാണ്? ഉണർന്നു കഴിഞ്ഞാൽ. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ സുഖമനുഭവിച്ചോ ദുഃഖമനുഭവിച്ചോ എന്നുള്ളത് അറിയാൻ സാധിക്കണില്ല. സ്മൃതി രൂപത്തിൽ നമ്മൾ നമ്മുടെ ഉറക്കത്തെ പിടിക്കണം. ഇങ്ങനെ ബാഹ്യേന്ദ്രിയങ്ങൾ എപ്പോഴാണോ തൻ്റെ ഉണർച്ചയിലേക്കും പടർച്ചയിലേക്കും പ്രവർത്തിച്ചത്, ആ സമയത്ത് നമ്മൾ അതിനെ ജാഗ്രത എന്ന് വിശേഷിപ്പിച്ചു. ഈ ജാഗ്രതയിൽ നിന്ന് സ്വപ്നം എന്നുള്ളൊരു അവസ്ഥയെ പറഞ്ഞു. മുമ്പും പിമ്പും ഇല്ലാത്ത വിധത്തിലുള്ളൊരു ലയം എന്നുള്ള ഭാഗമാണ്. അതിന് ഉപരിയായിട്ടുള്ള സുഷുപ്തം, അവിടെയാണ് നമ്മുടെ സ്വന്തം ഭാവം എന്ന് പറയുകയാണ്. സ്വന്തം ഭാവത്തിലേക്ക് നമ്മൾക്ക് മടങ്ങണമെങ്കിൽ ഈ ജാഗ്രതനെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ അങ്ങനെ തള്ളാൻ സാധിക്കണം. അപ്പോൾ ഉറക്കിലേ കാഴ്ച ഉണർച്ചയിൽ പോൽ, ഉണർന്നിരിക്കുന്ന സമയത്ത് എന്ത് അറിയാൻ സാധിക്കുന്നുവോ ഇതുപോലെ നമ്മുടെ നിദ്രയിൽ അറിവുള്ളവനെ നമ്മൾ യോഗിവര്യൻ, യോഗതലം അനുഷ്ഠിച്ചവൻ, നിദ്രായോഗി എന്നെല്ലാം വിശേഷിപ്പിക്കും. ഭഗവാന്റെ ഓരോ ഉപദേശങ്ങളും യോഗതലത്തിൽ നിന്നുകൊണ്ടാണ്, ഭോഗതലത്തിൽ നിന്നുകൊണ്ടല്ല. എന്തെന്നാൽ അർജുന മഹാശയനോട് ഉപദേശിക്കുന്ന സമയത്ത് അർജുന മഹാശയൻ വേണ്ടതുപോലെ ഉൾക്കൊണ്ട് ഉണർന്നു. പിന്നീട് ഭഗവാനോട് ആവശ്യപ്പെട്ടു, അന്നെനിക്ക് ഭാണ്ഡീരത്തിൽ വെച്ച് ഉപദേശിച്ചതായ വിദ്യ ഇന്നൊന്ന് ഉപദേശിച്ചു തരൂ. മഹാഭാരതത്തിൽ അനുഗീത എന്നുള്ള ഭാഗത്തിൽ ഭഗവാൻ പറഞ്ഞു കുറച്ച്. പക്ഷെ അതുപോലെ ആയില്ല. എന്തേ? ഭഗവാൻ പറഞ്ഞു, എന്നെ യോഗം പ്രാപിച്ചു അർജുന. ആ സമയത്ത് ഭഗവാൻ യോഗത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞില്ല. 2-ാമത്തെ അധ്യായത്തിലെ കുറേ ശ്ലോകങ്ങൾ കഴിഞ്ഞ് മത്പര എന്നൊരു പദം ഭഗവാൻ ഉപയോഗിക്കും. അവിടെ ഭഗവാനെ വിശേഷിപ്പിച്ചുള്ളൂ, അല്ലെങ്കിൽ ഭഗവാനെ സൂചിപ്പിച്ചുള്ളൂ. അതുവരെ ഭഗവാനാണ് ഉപദേശിക്കുന്നതെന്നോ ഭഗവാനാണ് ഞാനാണ് പറയുന്നതെന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പം എന്തുകൊണ്ട്? യോഗം പ്രാപിച്ച സമയത്തുണ്ടായിട്ടുള്ള യോഗഭാഷ. ഈ യോഗത്തെ യോഗരൂപത്തിൽ നമുക്കറിയാൻ സാധിക്കണമെങ്കിൽ ഭോഗതൽപരരായിട്ടുള്ള ജീവിതത്തെ ഒന്ന്
ഭോഗതൃഷ്ണ കലരാത്തൊരുന്നത ത്യാഗശാലികൾ വളർന്ന ഭൂതലം ആഗമസ്മൃതി പുരാണവേദ്യമാം യോഗവിത്തുകൾ വസിച്ച ഭാരതം. ഈ ഭാരതഖണ്ഡത്തിന് അങ്ങനെ ഒരു പൈതൃകമുണ്ട്. ആഗമസ്മൃതി പുരാണവേദ്യമാം യോഗവിത്തുകൾ വസിച്ച ഭാരതം ഭോഗതൃഷ്ണ കലരാത്തൊരുന്നത ത്യാഗശാലികൾ വളർന്ന ഭൂതലം. ഇങ്ങനെയുള്ള യോഗത്തിന് വേണ്ടി ജീവിക്കുക. അതല്ലെങ്കിൽ തൻ്റെ ജന്മം യോഗഭാവത്തിലായിരിക്കണം. നമ്മളൊക്കെ സാധാരണ ജീവിതത്തിൽ വരുന്ന അപക്വമായിട്ടുള്ള കർമ്മങ്ങളെ കണ്ടതെല്ലാം എൻ്റെ യോഗമാണെന്ന് പറയും. അത് യോഗമാവില്ല, അത് ഭോഗമാണ്. ഈ ഭോഗത്തെ തിരസ്കരിക്കാൻ വേണ്ടി ആശ്രയിച്ച അനുഷ്ഠിച്ച ഒരു ധർമ്മം കഠോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തിൽ പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഉപനിഷിതമായിട്ടുള്ള മന്ത്രങ്ങളെ വളരെ ലളിതമായിട്ട് നമുക്ക് അറിയാൻ പിടിക്കാൻ വേണ്ടി നമ്മൾ ആശ്രയിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഗുരു പരമ്പരയിൽപ്പെട്ട ആരെയെങ്കിലും ആശ്രയിക്കും. അത് നമ്മുടെ തപസ് ഭാഗമാകുമ്പോൾ ലഭിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അനേക ഉപനിഷത്തുക്കളെ വളരെ ലളിതമായിട്ട് മലയാളത്തിലേക്ക് വ്യാഖ്യാനം ചെയ്ത മഹാനുഭാവന്മാർ പലരും ഉണ്ടായിട്ടുണ്ട്. ഈശാവാസ്യത്തിന് ശ്രീനാരായണ ഗുരുവൊക്കെ മലയാളീകരിച്ചിട്ടുണ്ട്, ആനന്ദസ്വാമി ചെയ്തിട്ടുണ്ട്. അപ്പം അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും ഈ അന്തസത്ത അറിയണമെങ്കിൽ ഭാഷ എന്നുള്ളത് ഒരു തടസ്സമാകരുത്. ഇത് അറിയാൻ വളരെ ലളിതമായ രൂപത്തിലായിരിക്കണം. പക്ഷേ ഭാഷയെ പറയുമ്പോൾ ശബ്ദം അതിലൂടെയാണല്ലോ നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന 4 അവസ്ഥകളെ കുറിച്ച് പറയുകയാണ്. പരാ എന്നുള്ള അവസ്ഥ അർത്ഥകൽപ്പനയും ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. അതിനെ അറിഞ്ഞവരാണ് നമ്മൾ യോഗീശ്വരന്മാരെന്ന് പറയുക. അതുകൊണ്ട് എൻ്റെ ഗുരു അനുഭവത്തെ ഒരിക്കൽ പറയുണ്ടായി. അദ്ദേഹം ഉറക്കമേതാണ്ടമരുന്ന നേരം ജപിച്ചു ഞാൻ മന്ത്രസ്വഭാവശീലാൽ ഉണർന്നിതപ്പോൾ പ്രണവം ധ്വനിച്ചു ശരീരമോങ്കാരസമം ഭവിച്ചു. പ്രണവത്തെ ദർശിച്ചവര്, തൊട്ടറിഞ്ഞവര്. ഇങ്ങനെ ഭഗവത്തലം എന്ന് പറയുന്നത് ഒരു പൂർണ്ണത്തിൽ നിന്ന് അപൂർണമായിട്ടുള്ളതല്ല ജനിച്ചത്, മറ്റൊരു പൂർണ്ണം ജനിച്ചു എന്ന് പറയുകയാണ്. പൂർണ്ണമാണെങ്കിൽ മറ്റൊന്നായി തീരണ്ടല്ലോ, നമ്മളങ്ങനെയല്ലേ ചിന്തിക്കുക. എന്തെന്നാൽ ആ പൂർണ്ണത്തിന് ഇച്ഛ ജനിച്ചു, ആഗ്രഹം ജനിച്ചു, താനൊന്ന് പടരണം എന്നുള്ള അവസ്ഥ. അങ്ങനെ പടരാൻ വേണ്ടി സമഷ്ടി വെഷ്ടി എന്ന് പറയുന്ന വെഷ്ടിപ്രാണനിൽ 2 എന്നുള്ള രൂഢമായിട്ടുള്ള നിൽപ്പ്, 1 അദ്വൈതമായിട്ടുള്ള ഏകഭാവത്തിലുള്ള നിൽപ്പ്. ഇത് ഭഗവാൻ ബദ്ധനെന്നും മുക്തനെന്നും വിശേഷിപ്പിക്കുന്നതിൽ മുക്തനായിരിക്കുന്നവന്റെ ലക്ഷണത്തെ കാണിക്കുമ്പോൾ ഭഗവാൻ ഈ ഏകതത്വത്തെയാണ് ഉപദേശിക്കുന്നത്. അതിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന അന്നം ഭുജിക്കുന്നവൻ ബലിഷ്ഠനല്ല, അന്നം ഭുജിക്കാത്തവൻ ബലിഷ്ഠനാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആഹരിക്കാത്തവൻ എങ്ങനെയാ സുഖമനുഭവിക്കുക? അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ജീവനാണ് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ ലോകങ്ങളും ഇന്ന് കാണുന്നതായിട്ടുള്ള സകല വിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഇന്ദ്രിയാധിഷ്ഠിതമായിട്ടുള്ള ലോകങ്ങളാണ്. അപ്പോൾ ഈ ഇന്ദ്രിയാധിഷ്ഠിതമായിട്ടുള്ള ലോകങ്ങൾക്ക് കാരണമാകുന്നത് മനസ്സ്. പക്ഷെ മനസ്സിൻ്റെ ഉപരിയായിട്ടുള്ള ഭാവത്തെ നമ്മൾ എങ്ങനെയാ വാക്കുകൊണ്ട് പറയുക? വാക്കാൽ, മനസ്സാൽ, ചക്ഷുസ്സാൽ പിടിക്കാൻ പറ്റുന്നതൊന്നുമല്ലിത്. അങ്ങനെ തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഭാവത്തിലേക്ക് അറിയാതെ മടങ്ങുന്നത് പോലെ അറിഞ്ഞു മടങ്ങണം. അതാണ് ഭഗവാൻ ഉപദേശിക്കുന്ന ഈ ഒരു ധർമ്മം, മുക്തനായിരിക്കാൻ. അപ്പം അങ്ങനെയുള്ള മുക്തിയെക്കുറിച്ച് പറയുമ്പോൾ മരണാനന്തരം ലഭിക്കുന്നതല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേടേണ്ടതാണ് എന്ന് പറഞ്ഞു. അതാണ് ആത്മസായുജ്യമെത്താതെ പോകുന്നോർ ഗതി കഷ്ടമേ. ഈ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഉപനിഷത്തുകളിൽ വളരെ പ്രാധാന്യമേറിയ ഒരു ഉപനിഷത്ത് കഠോപനിഷത്ത്. ഉപനിഷത്ത് എന്ന വാക്കുകൊണ്ട് തന്നെ നമുക്കറിയാം അത്യന്തം ഗൂഢം, അപ്രമേയമായൊരു സത്യം എന്നെല്ലാമാണ് അതിനെ വിവക്ഷിക്കപ്പെടുന്നത്. എന്നാൽ കാരുണ്യനിധികളായിട്ടുള്ള ഉപനിഷത്തുക്കൾ അതിന് തുനിയാണ്. സത്യദർശികളായ ഋഷികൾ അവർക്കുണ്ടായിട്ടുള്ള ദർശനങ്ങളെപ്പറ്റി ഈ നമുക്കെല്ലാം അറിയാൻ വേണ്ടി വാക്കുരൂപത്തിൽ അവരെ സനാതനമായ, അതായത് രഹസ്യമായതിനെ, സത്തായതിനെ പ്രതിപാദിച്ചു മന്ത്രരൂപേണ. അങ്ങനെ മനുഷ്യരാശിക്ക് വെളിപ്പെടുത്തുവാൻ കാരുണ്യനിധികളായിട്ടുള്ള ഉപനിഷത്തുകൾ ശ്രമിച്ചു. അതിൽ കഠോപനിഷത്ത് രചനയിലും ആവിഷ്കാരത്തിലും വളരെ വളരെ
കാവ്യാത്മകമായിട്ടുള്ളൊരു രീതി എടുത്തിരിക്കുകയാണ്. എന്തെന്നാൽ സ്വാമി വിവേകാനന്ദൻ അവസരം കിട്ടുന്ന സമയത്തെല്ലാം ഈ ഉപനിഷത്തിന്റെ അതുല്യമായ കാവ്യാത്മികതയെപ്പറ്റി ആവിഷ്കരിക്കാറുണ്ട്. ഇങ്ങനെ വാചസ്രവസ് എന്ന യജമാനൻ അദ്ദേഹം വിശ്വജിത്ത് എന്നൊരു യാഗം ചെയ്യാൻ മുതിരുക. ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് കാണാം മഹാബലി ചക്രവർത്തി അതിഗംഭീരമായിട്ടുള്ളൊരു യാഗം ചെയ്യുന്നതായിട്ട്. അപ്പോൾ യാഗമെന്നാൽ, യജ്ഞമെന്നാൽ സമർപ്പണം എന്ന് വേണമെങ്കിൽ നമുക്ക് സാധാരണ ഭാഷയിൽ പറയാം. അതുകൊണ്ടാണ് പ്രജാപതിയുടെ ഒരു യജ്ഞമാണ് ഓരോ ഗുണങ്ങളും ഭൂമിക്ക് പ്രദാനം ചെയ്യാനിട വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള പ്രജാപതി ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ യജ്ഞമാണ്, യജ്ഞസംസ്കാരമാണ്, സമർപ്പണമാണ്. അപ്പം അതിനുവേണ്ടി വിശ്വജിത്ത് എന്നൊരു യാഗം ചെയ്യാൻ മുതിരുന്നവൻ വാചസ്രവസിന്റെ പുത്രനായിട്ടുള്ള നചികേതസ്സിന് ആ കുമാരൻ തൻ്റെ അച്ഛനോട് ഒരു ചോദ്യം ഉന്നയിച്ചു. എന്താണ് ചോദ്യം ഉന്നയിക്കാൻ കാരണം? തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഉപനിഷത്തിനെ അല്ലെങ്കിൽ ഉപനിഷിതമായതിനെ വെളിവാകാൻ വേണ്ടിയിട്ടുള്ള തൃഷ്ണ, ആഗ്രഹം, അങ്ങനെ ശ്രദ്ധ ഭവിക്കുക. ആദ്യം നമുക്ക് ശരീരമാകുന്ന ബലമുണ്ടാകണം, ബലത്തിൽ നിന്ന് നമുക്ക് നിഷ്ഠയുണ്ടാകണം, നിഷ്ഠയിൽ നിന്ന് ശ്രദ്ധ ഭവിക്കണം, ശ്രദ്ധയിൽ നിന്ന് ജ്ഞാനം ഭവിക്കണം. അങ്ങനെ ആദ്യം ബലവും നിശ്ചയവും കൃതവും നിഷ്ഠയുമായിട്ട് ഇങ്ങനെ ഉണർന്നു വരുന്നതാണ് ജ്ഞാനത്തിലേക്കുള്ള വഴി. ഇത് ജന്മനാ സിദ്ധിച്ചവരെ അപൂർവം ചില ആൾക്കാർ. അതിൽപ്പെട്ട ഒരാളാണ് നചികേതസ്. അദ്ദേഹത്തിനോട് പറയുമ്പോൾ തന്നെ വാചസ്രവസ് ഒന്നും അറിയാത്ത ആളായിട്ടല്ല, വാചസ്രവസ് സർവം അറിയുന്നവനാണ്. എന്തെന്നാൽ അതിൽ പറയപ്പെടുന്ന ശ്ലോകം തന്നെ വളരെ ശ്രേഷ്ഠമാണ്. വാചസ്രവസ് സർവവേദസന്തതോ, എല്ലാം അറിഞ്ഞവനാണ്. പക്ഷേ തൻ്റെ ആത്യന്തികമായിട്ടുള്ള ഈ ഗൂഢമായിട്ടുള്ള രഹസ്യതത്വത്തെ അറിയാൻ ഉത്കണ്ഠ പ്രാപിച്ച പുത്രൻ, ശ്രദ്ധ ഭവിച്ചവൻ. പല വ്യാഖ്യാനങ്ങളിൽ നിങ്ങൾക്ക് ഇതിൽ വ്യത്യാസം തോന്നിയെന്ന് വരാം. പക്ഷെ എൻ്റെ ഗുരുനാഥനാകുന്ന ശിവേട്ടൻ പറഞ്ഞ ആ ഒരു രീതി എന്തെന്നാൽ, ആദിശങ്കരൻ അദ്ദേഹം സന്യസിക്കാൻ വേണ്ടി ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ട് അമ്മയാൽ രക്ഷിക്കപ്പെടുന്ന പുത്രൻ ഈ ഒരു ഉപനിഷത്ത് പ്രശ്നം ഉദിച്ച സമയത്ത് അദ്ദേഹം പോകാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തെ മുതല പിടിക്കാൻ വന്നു എന്നും അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അമ്മയെ ഉപേക്ഷിച്ച് പോകാനുള്ള, അമ്മയ്ക്ക് തന്നോട് പ്രിയം കുറയണമെങ്കിലുള്ള ഉപാധി കണ്ടെത്തി എന്നൊക്കെ കാണിക്കുന്നത് കഥകളെ കഥാരൂപേണയും, പക്ഷേ ഉപനിഷത്ത് പ്രശ്നം ജനിച്ച വ്യക്തിയെ ആ രൂപേണയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇതുപോലെ തന്നെയാണ് സിദ്ധാർത്ഥൻ എന്ന രാജകുമാരൻ. അദ്ദേഹം തൻ്റെ പത്നിയെയും തൻ്റെ പുത്രനെയും ഉപേക്ഷിച്ചുകൊണ്ടാണ് യാത്ര തുടങ്ങിയത്. ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കണമെന്നല്ല, ഇത് ആരാണോ അങ്ങനെ തയ്യാറാകുന്നത്. അച്ഛൻ അനേക പ്രലോഭനങ്ങൾ സിദ്ധാർത്ഥന് നൽകി, അതിലൊന്നും വീഴാതെ അദ്ദേഹം തൻ്റെ ഈ പ്രശ്നം ദൂരീകരിക്കാൻ വേണ്ടി സഞ്ചരിച്ചവനാണ്. അതേപോലെ തന്നെയാണ് നരേന്ദ്രൻ എന്ന കുട്ടി. അദ്ദേഹം തൻ്റെ പ്രശ്നം, നമുക്കെല്ലാം ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെങ്കിൽ അദ്ദേഹത്തിന് ജീവിതം പ്രശ്നമാണ്. അപ്പം അങ്ങനെ ജീവിതം പ്രശ്നമാകുന്നവർ അന്വേഷിക്കുന്ന വിഷയമാണ് ഇവിടെ ബദ്ധൻ്റെ ബദ്ധാവസ്ഥയിൽ നിന്ന് മുക്താവസ്ഥയിലേക്കുള്ള പ്രയാണം. അപ്പോൾ അതല്ലെങ്കിലോ നമ്മൾ സാധാരണ ജീവിതങ്ങളൊക്കെ നയിച്ചുകൊണ്ട് ഈ ഭോഗങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ഇവിടെ തന്നെ കഴിഞ്ഞു പോകണു. പക്ഷെ എന്ത് സംഭവിക്കണു? വീണ്ടും അതേപോലെ പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് തൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛാ, അങ്ങ് കൊടുക്കുന്നതായിട്ടുള്ള ദ്രവ്യങ്ങൾ യാഗത്തിൽ ദാനരൂപേണ കൊടുക്കുന്നത്, ദാനമെന്നാൽ മഹത്വമായ ദ്രവ്യങ്ങളായിരിക്കണം എന്നാണ്. ഇത് അവസാനത്തെ വെള്ളം കുടിച്ച് പുല്ല് തിന്നാ സാധിക്കാത്ത വിധത്തിലുള്ള വായയിലെ പല്ലെല്ലാം കൊഴിഞ്ഞു പോയത്, കറവ പറ്റി പ്രായം ചെന്ന് ഒരിക്കലും ഇനി പ്രജകളെ സൃഷ്ടിക്കാൻ, തൻ്റെ പശുക്കളെ സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയൊക്കെ കടന്നിട്ടുള്ള പശുക്കളെയൊക്കെ ദാനം ചെയ്യുകയാണ്. അതിൽ പുത്രന് സങ്കടം ജനിച്ചു. ഇങ്ങനെ ആ അച്ഛൻ നൽകുവാൻ പുറപ്പെട്ട കാപട്യ ദക്ഷിണ കണ്ടുകൊണ്ട് സംഘം വന്നു നചികേതസ്സിന്. അദ്ദേഹം അച്ഛനോട് ചോദിച്ചു, ഒരിക്കലും 2-3 പ്രാവശ്യം തൻ്റെ പുത്രൻ ആവർത്തിച്ച് എന്നെ ആർക്ക് ദാനം കൊടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ നിന്നെ യമനാണ് എന്നുള്ള കാര്യം പറഞ്ഞു. യമശബ്ദം കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി യമൻ ഋഷിയായിരിക്കാം, അതല്ലെങ്കിൽ നമ്മളെല്ലാം സങ്കല്പിക്കുന്ന വിധത്തിലുള്ള ദേവനായിരിക്കാം. ഋഷികളെല്ലാം സാക്ഷാൽ തപസ്വികൾ, ഈശ്വരന്മാരല്ലോ.
എന്നെല്ലാം രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈശ്വരീയമായിട്ടുള്ളവരാണ്. അപ്പം അതുകൊണ്ട് ഈ ഈശ്വരീയമായിട്ടുള്ള ഒരാളെ നമുക്ക് ദർശിക്കണം എന്നുള്ളൊരു ആവേശം ആ കുട്ടിയുടെ ഉള്ളിൽ ജനിച്ചു. അതും കുട്ടിയാണ്, കുമാരശബ്ദം കൊണ്ട് കുട്ടിയാണെന്ന് പറയാൻ വയ്യ. എന്തെന്നാൽ ആ കുട്ടിയോട് ധർമ്മരാജാവ് അനേക പ്രലോഭനങ്ങൾ നിറഞ്ഞതായിട്ടുള്ള വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട്. വാക്കുകൾ എന്താണ്? അനേക സുന്ദരിമാരായിട്ടുള്ള സ്ത്രീരത്നങ്ങളെ തരാം, ആഭരണങ്ങൾ തരാം, ധനപരമായിട്ടുള്ള സകല പോഷണങ്ങളും തരാം, ഇവിടെ ആനന്ദമായിട്ട് ജീവിക്കാനുള്ള സുഖസൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം അങ്ങ് തരാമെന്ന് പറഞ്ഞതെല്ലാം അങ്ങയ്ക്ക് കീഴിലോ അങ്ങയ്ക്ക് മുകളിലോ? ഇതാണ് എൻ്റെ പ്രശ്നം. അപ്പം പറഞ്ഞു, അങ്ങ് തരാമെന്ന് പറഞ്ഞ വസ്തുക്കളെല്ലാം അങ്ങയ്ക്ക് കീഴിലാണെങ്കിൽ അതെനിക്ക് ലഭിച്ചിട്ട് എന്താണ് പ്രയോജനം? അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ നചികേതസേ, ആ ഒരു പ്രശ്നം ഒഴിവാക്കൂ. ഇങ്ങനെ ഒരിക്കലും ഉപനിഷത്ത് പ്രശ്നം ജനിച്ചവൻ ആ അന്തസ്സത്ത അറിയാതെ ഒരിക്കലും തൻ്റെ ആഗ്രഹം സഫലമാകാതെ മടങ്ങില്ല. അവൻ്റെ ആഗ്രഹം ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾക്കല്ല. ഇങ്ങനെ ശ്രദ്ധ ഭവിക്കുക എന്നുള്ളത്, ഉദ്ധവ മഹാശയൻ ശ്രദ്ധ ഭവിച്ച വ്യക്തിയാണ്, ബൃഹസ്പതി ശിഷ്യനായിട്ടുള്ളവൻ. അതല്ലെങ്കിൽ വിദ്യയില്ലാത്തവനല്ല, ഗുണങ്ങളില്ലാത്തവനല്ല, ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വരൂപ സദൃശനായിട്ടുള്ള ആ ഉദ്ധവ മഹാശയൻ അദ്ദേഹത്തോടാണ് ഉപദേശിക്കുന്നത്. അപ്പം ഇത് കേൾക്കാൻ നചികേതസിന് ഇത്രയധികം ശ്രദ്ധ ഭവിച്ച ആളെ കണ്ടപ്പോൾ ധർമ്മരാജാവ് പറയുകയാണ്, തീർച്ചയായിട്ടും യമപദത്തിന് നമുക്കെല്ലാവർക്കും അഷ്ടാംഗ യോഗങ്ങൾ എന്ന് പറയുന്നതിൽ ആദ്യം പറയപ്പെടുന്നത് യമം എന്ന അവസ്ഥയാണ്. യമം, നിയമം, പിന്നീടാണ് പ്രാണായാമം, ഓരോ അവസ്ഥകളും വരുന്നത്. യമം, നിയമം, പ്രാണായാമം, ധ്യാനം, ധാരണ, ബോധശുദ്ധി, അതിനിടയ്ക്ക് ആസനം, ഇങ്ങനെ അനേക ഗുണങ്ങളെ പറയുന്നതിൽ സമാധി എന്നുള്ളൊരവസ്ഥയെക്കുറിച്ച് പറയുകയാണ് 8 അംഗങ്ങൾ. ഇതിൽ യമം എന്ന് പറയുന്നത് അഹിംസ, സത്യമസ്തേയം, ദയാ, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം എന്ന് വിശേഷിപ്പിക്കാം. ഇതാരിൽ സമ്മേളിക്കുന്നുവോ അവനെ യമൻ എന്ന് നമുക്ക് വിളിക്കാം. നിയമാദികൾ എന്ന് പറയുന്നത് തപസ്, ആസ്തിക്യം, സന്തോഷം, ദാനം, പൂജ, ജപം, സിദ്ധാന്ത ശ്രവണം, ഇങ്ങനെ ബ്രഹ്മയജ്ഞ തുല്യമായിട്ടുള്ള കർമ്മങ്ങൾ. തപസ് എന്ന് പറഞ്ഞാൽ വനാന്തരത്തിൽ പോയിരിക്കൽ മാത്രമല്ല. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, പ്ലേഗ് ബാധിച്ച സമയത്ത് ഈ ബേലൂർ മഠം വിറ്റിട്ടായാലും ഞാൻ ചികിത്സിക്കുമെന്ന്. അത് കേട്ടപ്പോൾ അവർക്കെല്ലാം പരിഭ്രമുണ്ടായി. അപ്പോൾ പറഞ്ഞു, ഭാരതീയ ഋഷി പൈതൃകം വനാന്തരങ്ങളിലും ജലാശയ തീരങ്ങളിലും തപസ്സനുഷ്ഠിച്ചവരാണ്, അവർക്കൊരിക്കലും ഭയക്കേണ്ട കാര്യമില്ല. മാത്രമല്ല സംഘടിക്കാനോ സഭ കൂടാനോ ആഗ്രഹിച്ചവരല്ല, ഏകന്മാരായി സഞ്ചരിച്ചവരാണ്. അപ്പം അതുപോലെ ഭഗവാൻ ഇവിടെ ഉദ്ധവ മഹാശയനെ മുക്തനാക്കാൻ സഭ കൂടാനോ സംഘടിക്കാനോ ഒന്നും വേണ്ടി പറഞ്ഞതല്ല. നമുക്കെല്ലാവർക്കും ആധ്യാത്മികമായിട്ടുള്ള നിധികൾ പകർന്നു തരുന്നവർ, അവരെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കൊറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരാണ്. അങ്ങനെ പരിവ്രാജക വൃത്തി സ്വീകരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവർ, അവരെ ശരണാഗതി പ്രാപിക്കണം. യാജ്ഞവൽക്യൻ എന്ന് പറയുന്നവനെ ജനക മഹാരാജാവ് ശരണാഗതി പ്രാപിക്കുന്നു. അപ്പം രാജാവിന് സകല സുഖസൗഭാഗ്യങ്ങളും ചക്രവർത്തിക്കുണ്ടെങ്കിലും അദ്ദേഹത്തിന് തൻ്റെ ഈ ആധ്യാത്മികമായ യോഗം ഭവിക്കണമെങ്കിൽ ഇവരെ പോയി ശരണം പ്രാപിച്ചാലേ സാധിക്കുള്ളൂ. അത് ധനം കൊണ്ട് സാധിക്കാവുന്നതല്ല, മറ്റ് മോഡിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള വിദ്യ കൊണ്ട് സാധിക്കാവുന്നതല്ല. പരാ അപര എന്നുള്ള വിദ്യകളിൽ അപരാവിദ്യ എന്ന് പറയുന്നത്, പരാവിദ്യ എന്ന് പറയുന്നത്, അപരാവിദ്യ നമുക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കാം, അതിനു വേണ്ടിയിട്ടുള്ള വിദ്യയാണ്. പക്ഷെ വിദ്യ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം, പരോപകാരം, മര്യാദ, സൗശീല്യം, വിനയം, ക്ഷമ, സന്തോഷം, ഇതൊരു വിദ്യാർത്ഥിയുടെ ലക്ഷണമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇവിടെ അറിവ് നേടാൻ വേണ്ടി പോകുന്നവന് ഈ ഗുണങ്ങളുണ്ടായിരിക്കണം. നചികേതസിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ വളരെ ശ്രദ്ധ ഭവിച്ചവനാണ് കുട്ടി. അപ്പം അതുകൊണ്ട് നിന്നെപ്പോലെ ശ്രദ്ധാലുവായിട്ടുള്ള ഒരാളെ കണ്ടിട്ട് എങ്ങനെയാണ് പറയാതിരിക്കുക? അപ്പോൾ ഒന്ന് പ്രായത്തിൻ്റെ കാര്യത്തിൽ, മറ്റൊന്ന് അദ്ദേഹത്തിന് അച്ഛൻ ചീത്ത പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ടാണ് പോയത് എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ അച്ഛന് വിരോധം പറഞ്ഞ ആള് എന്നല്ലേ നചികേതസിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ അച്ഛൻ്റെ ആഗ്രഹത്തിന് വിരോധമായിട്ട് അനുഷ്ഠിച്ചവൻ എന്നല്ലേ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കുക? അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അച്ഛൻ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ മക്കളങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അനുസരിക്കാത്തവൻ എന്ന് പറയും. അപ്പം അദ്ദേഹത്തിന് അതായിരുന്നില്ല. തൻ്റെ ഈ ഉപനിഷത്ത് പ്രശ്നമാണ് അദ്ദേഹത്തെ യാത്ര ചെയ്യിച്ചത്, അതല്ലാതെ അച്ഛനോടുള്ള വിദ്വേഷമല്ല. മാത്രമല്ല അങ്ങനെയാണെങ്കിൽ യമൻ എന്നവൻ മൃത്യുദേവതയാണെങ്കിൽ അദ്ദേഹം വിട്ട എന്നെ അച്ഛൻ പഴയതുപോലെ സ്വീകരിക്കണം എന്ന് പറയില്ല. അപ്പം അദ്ദേഹം ഒരു മരണത്തിൻ്റെ ദേവതയാണ് എന്ന് പറയാൻ വയ്യ. അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ വിധത്തിലുള്ള യോഗം ഭവിച്ചവനെ മടക്കി കൊടുക്കുന്നവനാണ്. അപ്പം നമുക്ക് ഈ ആധ്യാത്മികമായ യോഗം പകർന്ന യമൻ എന്ന ഋഷി അദ്ദേഹം വേണ്ടതുപോലെ ഉപദേശിച്ചു നചികേതസിൻ്റെ അടുത്ത്.
പക്ഷേ ആ നചികേതസ് പോകുന്ന സമയത്ത് ഉത്തമൻ, മധ്യമൻ എന്നുള്ള ഭാവേനയൊക്കെ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രഥമ ശബ്ദം കൊണ്ടും മധ്യമ ശബ്ദം കൊണ്ടും നചികേതസ് ആത്മഗതം ചെയ്തു എന്ന് പറയുകയാണ് എൻ്റെ ഗുരുനാഥൻ. എന്തെന്നാൽ താൻ തന്നേക്കാൾ എല്ലാവരേക്കാളും മുന്നെയാണ് ഗമിക്കുന്നതെങ്കിൽ താൻ പ്രഥമനാണ്, ഒന്നാമനാണ്. യമന്റെ സമീപത്തേക്ക് പോകുന്നതിൽ ഒന്നാമനാണ് താൻ, പ്രഥമനാണ്. തൻ്റെ മുമ്പേ ഗമിച്ചവരുണ്ട്, തൻ്റെ പിമ്പേ ഗമിക്കാനുള്ളവരുണ്ട്. അങ്ങനെയാണെങ്കിൽ താൻ മധ്യമനാണ്. ഇങ്ങനെ പ്രഥമ ശബ്ദം കൊണ്ടും മധ്യമ ശബ്ദം കൊണ്ടും ഈ വിധത്തിൽ അദ്ദേഹം ആത്മഗതം ചെയ്തു. എന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവത് തുല്യനായിട്ടുള്ള ഒരാളെ കണ്ടിട്ട് അറിയേണ്ടത് അറിഞ്ഞില്ലെങ്കിൽ അത് കഷ്ടമല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ജീവിതം ധന്യമായ രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ഉപദേശം ഉദ്ധവ മഹാശയനോട് പറയുന്നത്. എന്തെന്നാൽ ഓരോ ഉപനിഷത്തുകളിലും അതിൻ്റെ അന്തസത്ത വെളിവാക്കാൻ അതിലേക്ക് വളരെയധികം ആഗ്രഹം ജനിക്കണം. ഈ ആഗ്രഹം ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് ജനിക്കുമ്പോഴല്ലേ ഭൗതികമായിട്ടുള്ള തൃഷ്ണയും ഭൗതികമായിട്ടുള്ള ലോകങ്ങളും നമുക്ക് ലഭിക്കുന്നത്. അത് കുറച്ചു കഴിഞ്ഞാൽ നഷ്ടമാകും. മോദപ്രമോദ ആമോദം എന്ന് പറയുന്ന അവസ്ഥകൾ കഴിഞ്ഞാൽ അതങ്ങോട്ട് ഇല്ലാണ്ടെയായി. പക്ഷേ ഇതങ്ങനെയല്ല. അത് അറിയും തോറും നിത്യാനന്ദം എന്നുള്ള അവസ്ഥയിലേക്ക് ഉയരും. അപ്പം അതിനുവേണ്ടി ഈ കഠോപനിഷത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം തൻ്റെ പ്രശ്നമാണ്. ആ രൂപത്തിൽ തന്നെയാണ് ചോദിച്ചത്. അപ്പം അതുകൊണ്ട് മൃത്യു എന്ന ഭാവത്തെ, അവശത എന്ന ഭാവത്തെ, ഇന്ദ്രിയാധിഷ്ഠിതമായിട്ടുള്ള ഭോഗലോകത്തെ വേണ്ടതുപോലെ തിരസ്കരിക്കാനും തുടച്ചു നീക്കാനും വേണ്ടി ഇവിടെ അദ്ദേഹം ധർമ്മരാജാവിനോടുള്ള തൻ്റെ പ്രശ്നം അവതരിപ്പിക്കുകയാണ്. ഇത് കൊടുക്കാൻ സാധിക്കുന്നവൻ ആരായിരിക്കണം? അതാണ് ഇവിടുത്തെ വിഷയം. കൊടുക്കാൻ സാധിക്കണമെങ്കിൽ യമൻ എന്ന ഗുരുഭൂതൻ ഈ യോഗം വേണ്ടതുപോലെ ഭവിച്ചവനായിരിക്കണം. അങ്ങനെ ഭഗവാൻ സർവ്വതും തന്നിൽ സമ്മേളിച്ചവനാണ്. അപ്പം അതുകൊണ്ട് അർജുന മഹാശയനോട് ഉപദേശിക്കുന്ന രീതിയും ആ വിധത്തിലുള്ള ഉണർത്തലും അല്ല ഇവിടെ ഉദ്ധവ മഹാശയനോട് പറയുന്നതായിട്ടുള്ളൊരു രംഗം. ഉദ്ധവ മഹാശയനും ഭഗവാനും തമ്മിലുള്ള സംവാദ രൂപേണ ഏകാദശത്തിൽ അനേകം അധ്യായങ്ങളുണ്ട്. അതിൽ ഒരു ചെറിയ ഭാഗം കൊണ്ട് ഭഗവാൻ വലിയൊരു ധർമ്മത്തെ ഉദ്ധവ മഹാശയനോട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം അതിനെ പുരാണത്തിൽ പരത്തി പല വിധത്തിലും കഥാരൂപേണ മനുഷ്യ മനസ്സുകൾക്ക് ഹൃദ്യമാകുന്ന രീതിയിൽ അതിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. എന്നാൽ അത് കാവ്യാത്മകതയും കവിതാ ചാതുര്യവും കഥാഭാഗങ്ങളെ രസപ്രദമായിട്ടും പറയുന്ന രീതിയിൽ സാധാരണക്കാർക്ക് ഹൃദ്യമാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഉപനിഷദമായിട്ടുള്ളതോ അത് നിഗൂഢമായിട്ടുള്ളത് കൊണ്ട് വളരെ ഈ രഹസ്യാന്വേഷണം ഡിവോഷൻ ഈസ് എ നാച്ചുറൽ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രകൃതമാകുന്ന സമയത്ത് മാത്രം അപ്പോഴാണ് അത് അന്വേഷിക്കാൻ തോന്നുക. മറ്റത് ഭൗതികമായിട്ടുള്ള തൃഷ്ണ കൊണ്ട് പുറത്തുള്ള ഈശ്വരീയ സങ്കല്പങ്ങളെയും ആരാധനകളെയും മാത്രം ഗണിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഇങ്ങനൊരു അന്തസത്തയിലേക്ക് നമുക്ക് മടങ്ങാൻ സാധിക്കില്ല. അപ്പം അതിന് ഭഗവാൻ ആദ്യം തന്നെ ഈ ഉപദേശം കൊടുത്തില്ല. അനേക സമയം അനേക ഉപദേശങ്ങൾ കഴിഞ്ഞ് പിന്നീടാണ് പറയുന്നത് ഉദ്ധവ മഹാശയ. അത് തന്നെ ഏകാദശത്തിലെ അനേക ഉപദേശങ്ങൾ മറ്റുള്ളവരുടെ സംവാദ രൂപേണ, നിമി നവയോഗി സംവാദ രൂപേണയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞ് ഭഗവാൻ അതുപോലെ തന്നെ വസുദേവ മഹാശയനും നാരദ മഹർഷിയും സംവാദ രൂപേണ ഇതിനൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഭഗവാനും ഉദ്ധവ മഹാശയനും എത്തിച്ചേരുന്നത്. അപ്പം അവിടെ ശ്രോതാവും വക്താവും വളരെ വളരെ ഉയർന്ന തലത്തിലുള്ളവരാണ്. അപ്പം നമ്മളും ഇതുപോലെ ഭഗവോന്മുഖമാകണമെങ്കിൽ, മുക്തനാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ദ്രിയങ്ങളെ മടക്കി വിളിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഒരു ഉൾവിളി അത് നമ്മുടെ തപസ് കൊണ്ടുണ്ടായിരിക്കണം. അപ്പം അതിനുവേണ്ടി കേനോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ ഇന്ദ്രൻ അനുഷ്ഠിച്ചതായിട്ടുള്ള ഒരു തപസ്സുണ്ട്. ആ ഇന്ദ്രൻ്റെ പ്രവൃത്തി യഥാർത്ഥത്തിൽ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പുരാണത്തിൻ്റെ ഭാഷയിൽ പിടിക്കുമ്പോൾ ഇന്ദ്രനെ ദേവലോകത്ത് ദേവസ്ത്രീകളായിട്ട് സുഖമനുഭവിക്കുന്നവനായിട്ടൊക്കെ ചിത്രീകരിക്കും. എന്നാൽ ഉപനിഷിതമായിട്ടുള്ള മന്ത്രങ്ങളിൽ, മംഗളശ്ലോകങ്ങളിൽ, വന്ദനശ്ലോകങ്ങളിൽ ആരാധ്യനായ രൂപേണ പറഞ്ഞിട്ടുണ്ട് മഘവൻ കീർത്തിശാലിനേ. എന്തെന്നാൽ നേരെ ധരിച്ചവനാണ് ഇന്ദ്രൻ എന്ന് പറയുകയാണ്. ദേവന്മാരെല്ലാവരും പരോക്ഷനാമത്തിൽ അറിയപ്പെടുന്നവരാണ്, പ്രത്യക്ഷനാമത്തിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്തവർ. നമ്മളെല്ലാം നമ്മുടെ സർട്ടിഫിക്കറ്റ് നെയിം ഒന്നാണെങ്കിലും നമ്മുടെ പേര് വിളിക്കുന്നത് മറ്റൊന്നായിരിക്കും. നമ്മുടെ ഗൃഹത്തിലെ അടുത്ത ആൾക്കാർ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതേപോലെ ഇന്ദ്രൻ ഇന്ദ്രൻ എന്ന് വിളിക്കുന്നു. ഇതം ധരൻ, നേരെ ധരിച്ചവൻ, അതാണ് ഇന്ദ്രൻ. അപ്പം അങ്ങനെ നേരെ ധരിക്കാൻ വേണ്ടിയിട്ട്
നമുക്കെല്ലാവർക്കും ഈ തപസ്, യോഗം എന്നുള്ളത് അത് ഉണർത്തിയ ഒരു ഭാവത്തെ കേനോപനിഷത്തിൽ പറയുന്നുണ്ട്. എന്തെന്നാൽ ആദ്യത്തെ ശ്ലോകം തന്നെ പറയുണ്ടായി, കേനേഷിതം പതതി പ്രേഷിതം മന, അങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ. അപ്പൊ പറയുകയാണ്, ആരാൽ നിയുക്തമായിട്ടീ മനം ചെല്ലുന്നു വിഷയങ്ങളിൽ, ആരാൽ നിയുക്തമായിട്ട് മുഖ്യപ്രാണൻ ഗമിക്കുന്നു തന്മാർഗങ്ങൾ, ആരാൽ നിയുക്തമായിട്ട് നേത്രം ശ്രോത്രം പ്രവർത്തിപ്പൂ. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണോ പ്രവർത്തിക്കുന്നത്, അതിനെല്ലാം ആദ്യം അവർ മംഗളത്തിലൂടെ, വന്ദനത്തിലൂടെയാണ് പ്രവേശിക്കുക. ഇപ്പൊ പറയുകയാണ്, 2 മംഗള ശ്ലോകങ്ങൾ പറഞ്ഞു കേനോപനിഷത്തിൽ. എന്തെന്നാൽ ഒന്ന്, സഹനാവവതോ സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്യുഷാവഹൈ. എന്താ അവരുടെ പ്രാർത്ഥന വളരെ മംഗളമാണ് അല്ലേ? ഭദ്രം കർണേഭി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ചെവിയിൽ കേൾപ്പതെല്ലാതും. എന്തെന്നാൽ ഏതൊരു ദേവതയാണോ ശ്രോത്രരൂപേണ പുറത്തേക്ക് പ്രവേശിച്ചത് അത് മംഗളമായ ദേവതയായിരിക്കണം. ഏതൊരു ദേവതയാണോ ദർശനരൂപേണ പുറത്തേക്ക് പ്രവേശിച്ചത് അത് മംഗളമായിരിക്കണം. ഇങ്ങനെ സാക്ഷി പുരുഷ ദർശനം ചെയ്യാനുള്ള ഉപദേശം, അക്ഷിണീ പുരുഷ ദർശനം ചെയ്യാനുള്ള ഉപദേശം, ഇതാണ് ഭഗവാൻ ഉദ്ധവ മഹാശയനോട് വളരെ പ്രസക്തമായിട്ട് പറയുന്നത്. ഇത് ഉപനിഷിതമായ രൂപത്തിൽ തന്നെ അവിടെ ഭഗവാൻ തുടങ്ങുമ്പോൾ ആ വിധത്തിൽ തന്നെ പറയാൻ കാരണം, മുണ്ടകം എന്ന ഉപനിഷത്ത് തന്നെ എങ്ങനെയാണോ എല്ലാം പരിത്യജിച്ചിട്ടുള്ളവര്, സർവ പരിവ്രാജക വൃത്തി ചെയ്യുന്നവര് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒരു ധർമ്മം, അതിലാണ് ഈ ഉപദേശം കൊടുക്കുന്നത്. അപ്പോൾ സർവസംഘ പരിത്യാഗം എന്ന് പറയാൻ ഭഗവാൻ കണ്ടെത്തിയ ഒരു രീതി, അതിന് പറയാണ്, ഒരു വൃക്ഷത്തില് 2 പറവകൾ ഉണ്ടായിരുന്നു. ആ 2 പറവകളിൽ ഒന്ന് സുഖമായിട്ട് ഭുജിക്കുന്നു, മറ്റൊന്ന് ഭുജിക്കാതെ സഞ്ചരിക്കുന്നു. ഭുജിക്കാതെ സഞ്ചരിക്കാൻ ശ്രേഷ്ഠനായിരിക്കുന്നു. പക്ഷേ എപ്പോഴാണോ ഭുജിക്കുന്നവൻ ഭുജിക്കാത്തവനെ അറിയുന്നത്, ആ സമയത്ത് നിത്യമുക്തനായിത്തീരുന്നു. ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. ഇതിന് പരോക്ഷ ഒരു കഥാരൂപേണ പക്ഷികളെ പോലെ നമുക്കെല്ലാം വിഹംഗമങ്ങൾ. അപ്പോൾ അതിനെ നമുക്ക് താർക്ഷ്യ ശബ്ദം വളരെ ശ്രേഷ്ഠമാണ് അല്ലേ? പക്ഷികളിൽ വൈനതേയൻ ഗഗങ്ങളിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ടായി, എൻ്റെ ഓരോ രൂപങ്ങൾ ഏതിലാണ്? മാസാനാം മാർഗശീർഷോകം, വേദങ്ങളിൽ വെച്ച് സാമവേദോസ്മിൻ, യജ്ഞങ്ങളിൽ വെച്ച് ജപയജ്ഞം എന്ന് പറയുന്നതിൽ, ഇങ്ങനെ ഓരോന്നിലും ഭഗവാന്റെ സ്വരൂപമാണ്. അപ്പൊ ശ്രേഷ്ഠമായതാണ് വൈനതേയൻ. താർക്ഷ്യ ശബ്ദത്തിനെ ത്രാണനം ചെയ്യുന്ന ദേവത, നമ്മളെ എല്ലാം ഉയർത്തുന്ന ദേവത. ഇങ്ങനെ ദേവതകളെ അറിയാൻ ആർക്കാണോ സാധിക്കുക, ആ ദേവതകളെല്ലാം നമ്മുടെ ശരീരത്തിൽ സമ്മേളിക്കപ്പെട്ടതാണ്. അപ്പൊ ശരീരം അശരീരം എന്ന സ്വഭാവത്തെ എപ്പോഴറിയണു? നേരെ മറിച്ച് ഈ അശരീരം ശരീരത്തെ അറിഞ്ഞത് കൊണ്ടാണ് കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് പറയുകയാണ്, പ്രജാപതി ആദ്യം തൻ്റെ മുഖത്തിൽ നിന്ന് ബ്രഹ്മാന്വേഷണ ഭാവമുള്ളവരെ, സത്യാന്വേഷണ ഭാവമുള്ളവരെ അദ്ദേഹം കണ്ടു. അദ്ദേഹം സന്തോഷിച്ചു. പക്ഷെ അവർ പടരണില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്താ കാരണം? സത്യത്തെ വേണ്ടതുപോലെ അറിയണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ താൻ അതിൽ നിന്ന് ക്ഷാത്രത്തെ ജനിപ്പിച്ചു. പിന്നീട് അതിൽ നിന്ന് പടർച്ച കുറഞ്ഞു എന്ന് വന്ന സമയത്ത് വീണ്ടും അദ്ദേഹം വീക്ഷിച്ചു വൈശ്യമാകുന്ന വൃത്തിയിലേക്ക്. ആ വൈശ്യവൃത്തിയും പിന്നീട് അതിൻ്റെ ശോച്യമാകുന്ന ശൂദ്രവൃത്തിയിലേക്ക്. ഇങ്ങനെ ബ്രാഹ്മണ്യത്തിൽ നിന്ന് കീഴ്പോട്ട് പതിച്ചപ്പോൾ പ്രജാപതി ആഗ്രഹിച്ചതെന്ത്? ഈ താഴ്ന്ന തലത്തിൽ നിന്ന് ഉയർന്ന ബ്രഹ്മാന്വേഷണ ഭാവത്തിലേക്ക് ഉയരും എന്നതാണ് ആഗ്രഹിച്ചത്. അപ്പം നമുക്ക് ഉയർച്ചയും ഉണർച്ചയും വരാൻ വേണ്ടിയിട്ട് ഏതൊരു ഭാവത്തെ ആശ്രയിക്കണോ? ബ്രഹ്മഭാവത്തെ, ബ്രഹ്മാന്വേഷണ ഭാവത്തെ, ഈശ്വരീയ ഭാവത്തെ ആശ്രയിക്കണം. അത് ആരിലാണ് സമ്മേളിക്കപ്പെടുക? ഒരു ആപ്തകാമനിൽ സമ്മേളിക്കപ്പെടും. ആപ്തകാമൻ എന്നാൽ സർവാഗ്രഹങ്ങളും സാധിച്ചവനല്ല, സർവാഗ്രഹങ്ങളും തന്നിൽ നിന്ന് കൊഴിഞ്ഞു പോയവൻ. അങ്ങനെയുള്ളവനെ നമുക്ക് കാണാൻ സാധിക്കുമോ? അതാണ് അവർ മംഗളശ്ലോകത്തിൽ പറഞ്ഞു, ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണചക്ഷുശ്രോത്രമതോ ബലമിന്ദ്രിയാണി ജസ്സർവാണി. എത്ര മംഗളമായിട്ടാലേ നമ്മുടെ ശരീരത്തിൽ അംഗങ്ങളില്ലേ? എൻ്റെ അംഗങ്ങളെല്ലാം വാക്ക്, നാസിക, ചക്ഷുസ്സും ശ്രോത്രം, മാനസമെന്നുള്ള ഇന്ദ്രിയങ്ങളതൊക്കെയും ബലപുഷ്ടങ്ങളാകണേ പ്രാർത്ഥിപ്പൂ അതിനായി ഞാൻ. അത്യന്തം ഗുഹ്യമായ ഉപനിഷത് ബ്രഹ്മമേതുണ്ടോ അതിൽ നിന്നുണ്ടായി സർവവും. നിരാകരിക്കരുതേ ഞാൻ ബ്രഹ്മത്തെ,
നിരാകരിക്കരുതേ ബ്രഹ്മമെന്നെയും. എത്ര മംഗളമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് വിദ്വേഷഭാവമില്ലാതെ സാധിക്കണമെന്ന് പറയുകയാണ്. നമ്മൾ വൈരുദ്ധ്യമായിട്ടുള്ള മനസ്സുകളായിട്ട് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആനന്ദത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ഏകീഭാവം വരണമെങ്കിൽ ഉപദേശിക്കുന്നവൻ്റെ ഉപദേശത്തെ വേണ്ടതുപോലെ സ്വീകരിക്കാനുള്ള പാത്രമായിരിക്കണം. ഉദ്ധവ മഹാശയൻ അതിന് ശ്രേഷ്ഠനായിട്ടുള്ളൊരു പാത്രമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, ഭുജിച്ചില്ലെങ്കിലും ഈ ശ്രേഷ്ഠത കൈവരിക്കാൻ വേണ്ടി ശ്രമിക്കൂ ഉദ്ധവ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കേനോപനിഷത്ത് എന്ന് പറയുന്നതിൽ ഇന്ദ്രൻ ധരിച്ച വാസ്തവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഇന്ദ്രൻ എന്തുകൊണ്ട് ധരിക്കാൻ വേണ്ടി മുതിർന്നു? ബ്രഹ്മം ഇത്ര സന്തോഷിച്ച് പ്രത്യക്ഷമായത് വേറെ ആരുടെ മുന്നിലാ? വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഇന്ദ്രന്റെ മുന്നിൽ മാത്രം. ഇതംധരൻ എന്ന അർത്ഥമുള്ള ഉമാക്യയായി ഹൈമവതിയാം അക്കാരണരൂപയെ കണ്ടു. ഇനി അതിനേക്കാൾ മംഗളമായിട്ടുള്ളൊരു ഭാവമില്ല. ഇങ്ങനെ പ്രത്യക്ഷ ഭാവത്തിൽ ദർശിക്കാൻ സാധിക്കുക ബ്രഹ്മത്തെ. അതിന് ഏതൊന്നാണോ കാരണമായത് നമുക്കത് തടസ്സമാകരുത് എന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ ആചാര്യൻ വളരെ ലളിതമായിട്ട് ഈ ഉപനിഷതമായിട്ടുള്ളതിനെ പറഞ്ഞു. കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ യുനഗ്ധി. ഒന്നാമത്തെ മന്ത്രത്തിൽ ആദ്യം തന്നെ കേന ശബ്ദം കൊണ്ടാണ് കേനോപനിഷത്ത് പ്രസിദ്ധമായത്. കേനേഷിതം പദതിപ്രേഷിതം മന. ആരാൽ നിയുക്തമായിട്ടി മനം ചെല്ലുന്നു വിഷയങ്ങളിൽ, ആരാൽ നിയുക്തമായിട്ടി മുഖ്യപ്രാണൻ ഗമിക്കുന്നു തന്മാർഗങ്ങൾ, ആരാൽ നിയുക്തമായിട്ടി വാക്വദിക്കുന്നു വാക്കുകൾ, ഏതു ദേവൻ നിയോഗിച്ചി നേത്രം ശ്രോത്രം പ്രവർത്തിപ്പൂ. രണ്ടാമത്തെ മന്ത്രം കൊണ്ട് പറയുകയാണ്, ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയത്, വജോഹവാചം സൗ പ്രാണസ്യ പ്രാണ, ചക്ഷുസ്സ ചക്ഷുർ അതിമുച്ഛതീര, പ്രേത്യാസ്മാൻ ലോകാത് അമൃതാ ഭവന്തി. എത്ര മംഗളമായിട്ട് പറഞ്ഞു. ചെവിയിൻ ചെവിയാണത്, മനസ്സിൻ മനമാണത്, വാക്കിൻ വാക്കാണത്, പ്രാണന്റെ പ്രാണനാണത്, കണ്ണിന്റെ കണ്ണാണത്. ഇന്ദ്രിയങ്ങൾക്കുള്ളൊരീ ലോകം നിവർത്തിച്ചുള്ള ധീരന്മാർ അമൃതം സാക്ഷിസ്ഥാനമെത്തുന്നു. എന്നിട്ട് പറയുകയാണ് മൂന്നാമത്തെ മന്ത്രത്തില്, ന തത്ര ചക്ഷുർ ഗച്ഛതി നാവാ ഗച്ഛതി നോമന, ന വിദ്മോ ന വിചാനീമോ യഥൈതനുശിഷ്യാത് തദനുശിഷ്യാത്. എന്തേ അങ്ങനെ പറയാൻ? കണ്ണു ചെല്ലില്ലവിടെ, വാക്കു ചെല്ലില്ലവിടെ, മനസ്സു ചെല്ലില്ലവിടെ. ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം സാക്ഷിയായി നിൽക്കുമപ്പൊരുളിനെ എങ്ങനെ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാമെന്നതിൽ അസാധ്യം കാണുന്നു ഞങ്ങൾ. അപ്പൊ പറയാണ്, അറിഞ്ഞതിൽ നിന്നന്യമത്, അറിയാത്തതിൽ നിന്നന്യമത്. പൂർവഋഷികൾ ഞങ്ങൾക്കിങ്ങനെ ഉപദേശിച്ചു, അവർ വെളിവാക്കി തന്നു തത്വത്തെ. ഈ ഒരു ധർമ്മത്തെ നമ്മളിലേക്ക് എത്താൻ വേണ്ടി ഋഷീശ്വരന്മാര് യാതൊന്നു വാക്കിനാൽ വെളിവാക, യാതൊന്നു വാക്കിനെ വെളിവാക്കുന്നു, അതിനെ ബ്രഹ്മമായി കണ്ടോ, അന്യമായിങ്ങു തേടുന്നതൊന്നുമല്ലിത്. ഏതൊരു ദേവൻ നിയോഗിച്ചാണോ വാക്ക് വധിക്കാൻ സാധിക്കുന്നത് ആ ദേവനെ അറിയൂ. യാതൊന്നു മനസ്സാൽ മാനിപ്പ, യാതൊന്നു മനസ്സിനെ ഉൾക്കൊള്ളുന്നു, അതിനെ ബ്രഹ്മമായി കണ്ടോ, അന്യമായിങ്ങു തേടുന്നതൊന്നുമല്ലിത്. എൻ മനസാന മനതേ ഏനാറുർ മനോമതം. ഈ മന്ത്രത്തിന് വളരെ ലളിതമായിട്ട് മലയാളത്തിൽ പറഞ്ഞു. കേട്ടാൽ നമുക്ക് മനസ്സിലായും തോന്നും, പക്ഷെ നമ്മൾ മനനം ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ആ തലത്തിലേക്ക് ഉണരാനും ഉയരാനും സാധിക്കുന്നത്. യാതൊന്നു കണ്ണിനാൽ കാൺമ, കണ്ണു കാണുന്നതിനാൽ അതിനെ ബ്രഹ്മമായി കണ്ടോ, അന്യമായി ഇങ്ങു തേടുന്നതൊന്നുമല്ലത്. യാതൊന്നു ചെവിയാൽ കേൾപ്പ, ചെവി കേൾക്കുന്നതിനാൽ അതിനെ ബ്രഹ്മമായി കണ്ടോ, അന്യമായി ഇങ്ങു തേടുന്നതൊന്നുമല്ലിത്. യാതൊന്നു പ്രാണനാൽ ജീവിപ്പ, പ്രാണൻ ജീവിപ്പതതിനാൽ അതിനെ ബ്രഹ്മമായി കണ്ടോ, അന്യമായി ഇങ്ങു തേടുന്നതൊന്നുമല്ലത്. ഇങ്ങനെ ഓരോ ഖണ്ഡങ്ങളിൽ ഒന്നാം ഖണ്ഡം, രണ്ടാം ഖണ്ഡം, മൂന്നാം ഖണ്ഡം, 2 ഖണ്ഡങ്ങളെ കൊണ്ട് ഉപനിഷത്തിന്റെ ആ പൊരുളിനെ ഉപദേശിച്ചതിന് ശേഷം മൂന്നാമത്തെ ഖണ്ഡത്തിൽ അസുരന്മാര് ദേവന്മാരായിട്ടുള്ള ഒരു കലഹത്തെക്കുറിച്ചും അതിൽ ജയം സിദ്ധിച്ചതായിട്ടുള്ള ദേവന്മാർക്ക് തൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തെ അറിയാതെയാണല്ലോ ഇവരിത് ധരിച്ചത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ബ്രഹ്മം ഒരു ദിവ്യമായിട്ടുള്ള യക്ഷസ്വരൂപത്തെ പ്രാപിച്ചു എന്ന് പറയുകയാണ്. അവിടെ കഥാരൂപേണ പറഞ്ഞു. എന്തെന്നാൽ
ആദ്യം വളരെ രഹസ്യമായതിനെ അറിയാൻ വേണ്ടി രണ്ടാമത്തെ ഖണ്ഡത്തിൽ 5 ശ്ലോകങ്ങളെ പറഞ്ഞുള്ളൂ. 5-ാമത്തെ ശ്ലോകം, ഇങ്ങു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എത്തണം സത്യദർശനം, സത്യദർശനമെത്താഞ്ഞാൽ ജീവിതം വലിയ നഷ്ടമാം. എല്ലാ ഭൂതങ്ങളിലും ഒരേ ആത്മാവ് വർത്തിപ്പൂ എന്നതേ സത്യദർശനം. ഈ സത്യദർശനമുള്ളോർ ഇന്ദ്രിയങ്ങൾക്കുള്ളൊരീ ലോകം നിവർത്തിച്ചു അമൃതസ്ഥാനമെത്തുന്നു. ഇങ്ങനെ മുക്തനാകാനുള്ള ഉപാധി താൻ തന്നിലേക്ക് സഞ്ചരിക്കലാണ് എന്ന് പറയുകയാണ്. ബാഹ്യത്തിലേക്കുള്ള പടർച്ചയല്ല, വളർച്ചയല്ല, താൻ തന്നിലേക്ക് സഞ്ചരിക്കലാണ്. സർവത്തിനെയും പടർത്തിയാൽ സാധിക്കില്ല. സർവത്തിനെയും ആമയെങ്ങനെയംഗങ്ങൾ, എങ്ങനെയാണോ കൂർമ്മം തൻ്റെ ശരീരത്തിലേക്ക് അവയവങ്ങളെ ഉൾവലിക്കുക, അതേപോലെ അത് പ്രവൃത്തിയല്ല, പ്രവൃത്തിക്ക് നിഷേധമായിട്ടുള്ള നിവൃത്തിപദം എന്ന് പറയുകയാണ്. നമ്മളെല്ലാം ബാഹ്യാംഗങ്ങളെ ബലമായിട്ട് തിരിച്ചു പിടിച്ചാൽ തീർച്ചയായിട്ടും അത് അണകെട്ടി നിർത്തിയ ജലം അണപൊട്ടിയാൽ ഒഴുകുന്നത് പോലെയായിരിക്കും. അപ്പം അതുകൊണ്ട് അത് കൊഴിഞ്ഞു പോകാനുള്ള ഉപാധി. അതിനാണ് തപസ്, ബ്രഹ്മചര്യം, ആസ്തിക്യം മുതലായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമ്മുടെ നിയമാദികളിൽ ഉൾപ്പെടുത്തി ഇങ്ങനെ 10 കൽപ്പനകൾ എന്ന് പറയുന്നതായിട്ടുള്ള യമങ്ങളും നിയമങ്ങളും വളരെ ശ്രേഷ്ഠമായിട്ടുള്ളത് ഇതിലൂടെ വെളിവാക്കാനാണ് ഉദ്ധവ മഹാശയനോട് ചെറിയൊരു ആഹരിക്കുന്ന തത്വത്തെക്കുറിച്ച് പറഞ്ഞത്. ഈ ആഹാരസത്യം യഥാർത്ഥത്തിൽ നമ്മൾക്ക് പ്രത്യാഹാരം എന്നുള്ള യോഗചര്യയിൽ പറയുന്നുണ്ട്. ഭൗതികമായിട്ടുള്ള ആഹാരം നമുക്ക് ശുദ്ധമാകണം. അപ്പം ഇവിടെ പക്ഷി കഴിക്കുന്ന ഭോക്തവ്യമായിട്ടുള്ള വസ്തുവിനെ മാത്രം അറിയണു, അത് ഭുജിക്കുന്നവനെ അറിയുന്നില്ല. ഇതിന് ചാന്തോക്യം എന്നുള്ള ഉപനിഷത്തിൽ ഒരു ഉഷസ്തി ചക്രായണൻ എന്ന് പറയുന്ന ചക്രായണന്റെ പുത്രനാകുന്ന ഉഷസ്തി ചെയ്ത ധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം വേദവിദ്യയിലും ഉപനിഷത്ജ്ഞാനത്തിലും വലിയ പണ്ഡിതനായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ദാരിദ്ര്യം, ദുഃഖം എന്നുള്ള അവസ്ഥയുണ്ടായി. എന്തേ അങ്ങനെ സംഭവിക്കാൻ? ഭൗതികമായ ജീവിതത്തിൽ ഇത്രയധികം വേദജ്ഞാനമുള്ളവന്. എന്നാൽ ആ കാലത്ത് ഒരു ഇടിത്തീ വന്നു. അപ്പോൾ ഭൂമിയെല്ലാം ഊഷരമായി തീർന്നു. ഊഷരമായ ഭൂമിയിൽ വിളവുകളില്ലാതെ, ധാന്യങ്ങളില്ലാതെ കഴിയുമ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ്, തനിക്കൊരൽപ്പം ഭക്ഷണം ലഭിച്ചിരുന്നെങ്കിൽ ഈ ലോകത്ത് അനേക രാജാക്കന്മാരുണ്ട്, അവരെല്ലാം യാഗം അനുഷ്ഠിക്കും. യാഗം അനുഷ്ഠിക്കുന്ന സമയത്ത് യജ്ഞാത് വർഷത് പർജന്യദേവൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഈ ഔഷധികളെല്ലാം അഖണ്ഡ ബ്രഹ്മാണ്ഡലോകത്തിനു ഭൂമിസാരം, ഭൂമിക്കു സാരം ജലമാണു പോലും, ജലത്തിനോഷധി സാരമത്രേ. ഈ ഔഷധിയാണത്രേ മനുഷ്യന് സാരവത്തായിട്ടുള്ളത്. മനുഷ്യന്റെ സാരവത്തായിട്ടുള്ളത് വാക്ക് എന്ന് പറയുന്ന ഇന്ദ്രിയമാണ്, വാഗേന്ദ്രിയം. അങ്ങനെ കർമ്മേന്ദ്രിയങ്ങളിൽപ്പെട്ടതായിട്ടുള്ള വാക്ക്, ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് താഴെയുള്ള കർമ്മേന്ദ്രിയങ്ങൾ, ആ വാഗേന്ദ്രിയം വളരെ ശ്രേഷ്ഠമാകണം. അതെങ്ങനെയായിരിക്കണം? വാക്കിൽ ഋതം ചേരുമ്പോഴാണ് നമുക്ക് മനസ്സിലായി എന്ന് പറയാൻ സാധിക്കുള്ളൂ. അത് സാമത്തിൽ പരിപൂർത്തി ചേർപ്പൂ, സമരസപ്പെടുത്തുകയാണ്, മനസ്സിലായി എന്നുള്ള അവസ്ഥ വരുത്തുകയാണ്. അപ്പോൾ മനസ്സിലായത് ഒന്നും ഉണ്ടാവില്ല, മനസ്സിൻ്റെ രൂപത്തിലായി. അപ്പം അതിനെ മനസ്സിലാക്കാൻ പ്രയാസമല്ലേ? അതുകൊണ്ടാണ് ഇവർ നിഗൂഢമാണ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ദേവന്മാര് തൻ്റെ മുന്നിൽ ദിവ്യമായിട്ടുള്ള യക്ഷസ്വരൂപത്തെ കണ്ടു. കെനോപനിഷത്തിൽ പറയുകയാണ്, ഈ യക്ഷസ്വരൂപത്തെ ദർശിച്ച സമയത്ത് ഇവിടെ ഉഷസ്തി ചക്രായനെ വന്നിട്ടുള്ള ധർമ്മം എന്തെന്നാൽ അദ്ദേഹം യാഗഭൂമിയിലേക്ക് പോകാൻ ഭക്ഷണമാണ് ആഗ്രഹിച്ചത്. അപ്പം തൻ്റെ പത്നി മറ്റ് ഗൃഹങ്ങളിൽ നിന്നെല്ലാം ആ ഗ്രാമത്തിൽ എവിടെ പോയാലും ലഭിക്കില്ല, അതുകൊണ്ട് എവിടെയും പോയിട്ടില്ല. ഈ ഉഷസ്തിയാകട്ടെ യാചിച്ചുകൊണ്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ഗ്രാമനിവാസി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തോട് ഭക്ഷണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചീഞ്ഞ നാറിയ ഉഴുന്നാണ് ഭക്ഷിക്കുന്നത്. ഈ ഉഴുന്ന് ഭക്ഷിക്കുമ്പോൾ ഇത് വേണമെങ്കിൽ അങ്ങേക്ക് കുറച്ച് തരാം. അത് കൊടുത്തു. അല്പം തൻ്റെ ജലപാത്രത്തിലെ ജലം കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, അത് ഉച്ഛിഷ്ടമാണ് എന്ന് പറഞ്ഞു. ഞാൻ കഴിച്ച ഉഴുന്ന് അങ്ങേക്ക് കഴിക്കാം, ഈ ജലപാത്രത്തിലെ ജലം ഉച്ഛിഷ്ടമായോ? അപ്പോൾ പറഞ്ഞു, ഈ ഭൂമിയിൽ വിളവുകളില്ല, ധാന്യങ്ങളില്ല, അതുകൊണ്ട് എൻ്റെ ശരീരം നിലനിർത്താൻ ഇത് ആവശ്യമായിരിക്കാം. പക്ഷേ ഈ ജലം ഈ പാത്രത്തിൽ മാത്രമല്ല, ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ജലമുണ്ടായിരിക്കും, അതുകൊണ്ട് ഉച്ഛിഷ്ടമാണ്, അതുകൊണ്ട് എനിക്കത് വേണ്ട അങ്ങ് കഴിച്ചത്. ഇതിനെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ഗൃഹത്തിലേക്ക് പോയി. ഉഷസ്തി പോയി തൻ്റെ പത്നിയുടെ കയ്യിൽ ഏൽപ്പിച്ചു, താൻ കഴിച്ച് ബാക്കി വന്നത്. പക്ഷേ അവരാകട്ടെ മറ്റ് ഗൃഹങ്ങളിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചു. അദ്ദേഹം പിറ്റേ ദിവസം പ്രഭാതത്തിൽ ചോദിച്ചു, നല്ല വിശപ്പുണ്ട്, എന്താണ് വേണ്ടത്? ഏതെങ്കിലും വൈദിക യാഗങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങ് ഇന്നലെ കൊണ്ടുവന്ന് തന്നതായിട്ടുള്ള ഈ ഉഴുന്ന് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, തരാം. അങ്ങനെ അദ്ദേഹം ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് നേരെ
യാഗശാലയിലേക്ക്, രാജാവിൻ്റെ യാഗശാലയിലേക്ക് പ്രവേശിച്ചു. അവിടെ ചെന്ന് 3 തരത്തിലുള്ള സ്തുതിഗീതങ്ങൾ പാടുന്നതായിട്ടുള്ള ഋത്വിക്കുകൾ ഇരിക്കുന്നുണ്ട്. ആരാണ്? ഉദ്ഗാതാവ്, പ്രസ്തോതാവ്, പ്രതിഹർത്താവ് മുതലായിട്ടുള്ള 3 സ്തുതി ദേവശ്രുതികൾ ചൊല്ലുന്നവർ. ഉദ്ഗീതഗാനങ്ങൾ, ഉദാനൻ എന്ന പ്രാണനെ പറയുന്ന ഉദ്ഗീതഗാനങ്ങൾ. അങ്ങനെയുള്ള ഏത് ദേവനെ അനുഗതമായിട്ടാണോ അങ്ങ് ഈ മന്ത്രം ചൊല്ലുന്നത് അതറിയാതെ ചൊല്ലിക്കഴിഞ്ഞാൽ അങ്ങയുടെ ശിരസ് താഴെ വീഴും. അങ്ങനെ ചക്രായനൻ്റെ പുത്രനാകുന്ന ഉഷസ്തി കൽപ്പിച്ചപ്പോൾ അദ്ദേഹം ശിരസ് കീഴ്പ്പെട്ടിട്ട് മിണ്ടാതിരുന്നു. മറ്റേ പ്രസ്തോതാവിനോടും പ്രതികർത്താവിനോടും ഇതേപോലെ അദ്ദേഹം ചോദിച്ചു, ഏത് ദേവൻ അനുഗതമായിട്ടാണ് അങ്ങ് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കെല്ലാവർക്കും മറുപടി ഉണ്ടായില്ല. അപ്പോൾ രാജാവ് ചോദിച്ചു, അങ്ങ് ആരാണ്? ഞാനാണ് ചക്രായനൻ്റെ പുത്രനാകുന്ന ഉഷസ്തി. തീർച്ചയായിട്ടും ഞാൻ അങ്ങയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ രാജ്യത്ത്, ആ ദേശത്ത് വലിയ ഇടുത്തി വീട് ക്ഷാമം ഏർപ്പെട്ടുവെന്നും അങ്ങയെ ഒരിക്കലും കാണാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങയെ മുഖ്യ പുരോഹിതനായിട്ട് ഈ യാഗം സങ്കല്പിക്കണമെന്ന് ആഗ്രഹിച്ചവനാണ്. എന്നാൽ തീർച്ചയായും എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചല്ലോ, അങ്ങ് ഈ യാഗം നടത്തി തരൂ. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഖ്യ പുരോഹിതനായിരിക്കാം, എൻ്റെ നിർദ്ദേശാനുസരണം അങ്ങ് സ്വീകരിച്ച ഈ ഋത്വിക്കുകൾ തന്നെ യാഗം തുടരട്ടെ. അപ്പം അദ്ദേഹം ഓരോരുത്തരായിട്ട് ചോദിച്ചു, അങ്ങ് ഈ മന്ത്രങ്ങളെ ഉച്ചരിക്കുമ്പോൾ ഏത് ദേവനെ അനുഗതമായിട്ടാണ് ഉച്ചരിക്കുക? അദ്ദേഹം പറഞ്ഞു, അന്നം, പ്രാണൻ, ആദിത്യൻ എന്ന 3 ദേവന്മാർക്ക് അനുഗതമായാണ് ഏതൊരു ദേവഭാവത്തിലുള്ള യാഗകർമ്മങ്ങളും. എന്തെന്നാൽ നമുക്ക് പ്രാണനില്ലാതെ ഒരിക്കലും ഉദ്ഗീതഗാനങ്ങൾ സാധിക്കില്ല. മാത്രമല്ല അന്നം എന്ന കർമ്മശരീരമില്ലാതെ അത് സാധിക്കില്ല. കൂടാതെ ആദിത്യൻ സർവത്തിനെയും വെളിവാക്കുന്നതായിട്ടുള്ള, പോഷിപ്പിക്കുന്നതായിട്ടുള്ള ദേവതയില്ലാതെ സാധിക്കില്ല. ഇങ്ങനെ ഓരോ ക്രിയകളും അനുഷ്ഠിക്കുന്ന സമയത്ത് ഏത് ദേവനെ അനുഗതമായിട്ടാണോ അത് അനുഷ്ഠിക്കാൻ സാധിക്കുക. ഇതറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ദുഃഖമായി തീരും. അതുകൊണ്ടാണ് ദേവലോകത്തിൻ്റെ അധിപനാകുന്ന ദേവേന്ദ്രന് നേരെ ധരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് ദിവ്യമായിട്ടുള്ളൊരു യക്ഷസ്വരൂപം സ്വീകരിച്ചു. അങ്ങനെയുള്ള ആ യക്ഷത്തിൻ്റെ മുന്നിലേക്ക് ആരാണ് പ്രവേശിച്ചത്? ആദ്യം ദേവന്മാരുടെ മുഖമായ അഗ്നി ഭഗവാൻ പ്രവേശിച്ചു. അഗ്നി ഭഗവാനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? ആ യക്ഷം ചോദിച്ച സമയത്ത് പറഞ്ഞു, ഞാൻ ജാതവേദസ്സാണ്. ഈ ലോകത്തെ മുഴുവൻ ചുട്ടുകരിക്കാനും തന്നിലേക്ക് ലയിപ്പിക്കാനും ശക്തിയുള്ള ആളാണ്. അപ്പോൾ ആ യക്ഷസ്വരൂപം ഒരു പുൽക്കൊടി വെച്ച് കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ഈ പുല്ല് ഒന്ന് കരിച്ചു തരൂ. ആ യക്ഷസ്വരൂപം പറഞ്ഞതനുസരിച്ച് അഗ്നി ഭഗവാൻ നേരെ ആ പുല്ലിൻ്റെ മുകളിലേക്ക് കയറി. പക്ഷേ ഒരിളക്കം പോലും സംഭവിച്ചില്ല. അഗ്നി ജ്വലിച്ചില്ല. അഗ്നിക്ക് തപനമാകുന്ന സ്വഭാവം ഉണ്ടായില്ല. അതിനെ കരിക്കാൻ സാധിച്ചില്ല. ആ സമയത്താകട്ടെ മടങ്ങി വന്ന് ദേവേന്ദ്രനോട് കാര്യമറിയിച്ചു. വായു ഭഗവാനെ പറഞ്ഞയച്ചു. അദ്ദേഹം ചോദിച്ചു, ആ യക്ഷസ്വരൂപം ചോദിച്ചു, ആരാണെന്ന്? പറയുകയാണ്, ഞാനാണ് മാതിരിശ്വാവ്. ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ചേഷ്ടിക്കുന്നത് എൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങൊരു കാര്യം ചെയ്യൂ, ഈ പുല്ലിനെ ഒന്ന് ചലിപ്പിക്കൂ. യക്ഷം പറഞ്ഞതനുസരിച്ച് വായു ഭഗവാൻ അതിൻ്റെ മുകളിലേക്ക് കയറി. പക്ഷേ യക്ഷസ്വരൂപത്തിന് ഒരിക്കലും അതിനെ ചലിപ്പിക്കാൻ സാധിച്ചില്ല. അല്ലയോ ദേവേന്ദ്ര, അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ യാത്രയായി, പക്ഷെ ഞങ്ങൾക്ക് സാധിച്ചില്ല. അങ്ങ് തന്നെ പോയി അറിഞ്ഞു വരൂ. ദേവേന്ദ്രൻ യക്ഷസ്വരൂപത്തിൻ്റെ മുന്നിലേക്ക് പ്രവേശിച്ചു. എങ്ങനെയാണ് പ്രവേശിച്ചത്? മനനം കൊണ്ട് പ്രവേശിച്ചു എന്ന് പറയുകയാണ്. യക്ഷസ്വരൂപത്തിൻ്റെ മുന്നിൽ മനനം കൊണ്ട് പ്രവേശിച്ചവനെ നേരെ ധരിപ്പിച്ചു കൊടുത്തു. ദേവി ഉപാഖ്യയായി ഹൈമവതിയായി അത്യത്ഭുതമായിട്ടുള്ള മംഗളമായിട്ടുള്ള സ്വരൂപത്തിൽ ആവിർഭവിച്ചു. ഇങ്ങനെ യക്ഷത്തോട് ദേവേന്ദ്രൻ താൻ ധരിക്കേണ്ടതായിട്ടുള്ള വാസ്തവം, ആ ബ്രഹ്മസ്വരൂപത്തെ അറിയാൻ ആഗ്രഹം ജനിച്ചവൻ, യഥാർത്ഥത്തിൽ മനനഭാവത്തിൽ ഉണർന്നവൻ, മനസ്സിനെ മനനം കൊണ്ട് ഉണർത്തിയവൻ, അങ്ങനെയുള്ള ഇതംധരന് നേരെ ധരിക്കാൻ സാധിച്ചു. അതല്ലാതെ താൻ ആരാണെന്നോ, താൻ അഹങ്കാരിയായിട്ട് താനാണ് എല്ലാ ദേവന്മാരെക്കാൾ അഗ്രാസനത്തിലിരിക്കുന്ന ആളെന്നോ ഒരിക്കലും കൽപ്പിച്ചില്ല. നേരെ ധരിക്കാൻ അഹങ്കാരം വെടിഞ്ഞവനായി. ഇങ്ങനെ ആർക്കാണോ ഈ അഹങ്കാര ക്ഷയം വരുന്നത് അവരിൽ പ്രകാശിക്കും. അതാണ് ഭഗവാൻ ഉപദേശിക്കുമ്പോൾ ഉദ്ധവ മഹാശയൻ വളരെ നമ്ര ശിരസ്കനായി വിനയപുരസ്സരം ഭഗവാനോട് ഓരോ ധർമ്മങ്ങളും ചോദിക്കുകയാണ്. അപ്പോൾ അനേക ധർമ്മങ്ങളെ ഉപദേശിച്ചു. ഇങ്ങനെ ധർമ്മം എന്ന് പറയുന്നത് ഉപദേശ രൂപേണ കൊടുക്കാനുള്ളതാണോ? ധർമ്മം മാത്രമാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കാത്തത്, നമ്മളിൽ പ്രകാശിക്കേണ്ടത്. അങ്ങനെ ധർമ്മ ചരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ ധർമ്മചരണം ചെയ്യാനുള്ള ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു ഉപാധി മനുഷ്യ ശരീരമാണ്.
അപ്പോൾ ശരീരമാദ്യം ഖലു ധർമ്മസാധനം, ഈ ധർമ്മചരണം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ധർമ്മത്തെ ഭഗവാൻ സാധാരണ ഭഗവത്ഗീതയിലൊരു ശ്ലോകമുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ ഓരോ സമയത്തും എപ്പോഴെപ്പോൾ സജ്ജനങ്ങൾക്കാപത്കാലം വരുന്നിതോ അപ്പോഴെല്ലാം അവരെ രക്ഷിക്കാൻ ഉടൽ ധരിപ്പു ഞാൻ. ഈ ധർമ്മസംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ശരീരിയായിട്ട് ആവിർഭവിക്കും. പക്ഷെ ശരീരിയായിട്ട് ആവിർഭവിച്ചവരെ പാണ്ഡവന്മാർക്ക് നല്ല സ്റ്റാർ ഹോട്ടലുള്ള ജീവിതമൊന്നും കൊടുത്തില്ല. അവർക്ക് പലവിധത്തിലുള്ള ദുഃഖങ്ങളും ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടി വന്നു. ഭഗവാന്റെ ധർമ്മത്തെക്കുറിച്ച് അഗ്രാഹ്യം എന്ന് പറയുകയാണ്. എന്തെന്നാൽ നമ്മളെല്ലാം ധരിച്ചതുപോലെ ആയിക്കൊള്ളുന്നില്ല. ശ്രീകൃഷ്ണന്റെ ധർമ്മചരണത്തെ നമ്മൾക്ക് അഗ്രാഹ്യം, അപ്രാപ്യം, ഇങ്ങനെ പല പദത്തിലൂടെയും പറയുന്നുണ്ട്. എന്തെന്നാൽ മഹാഭാരതത്തിൽ ദ്രൗപദി വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപദി ഓരോരുത്തരോടും ചോദിച്ചു, എന്തെന്നാൽ ധർമ്മം പറയൂ, ധർമ്മം പറയൂ, ഈ മഹാരാജാവ് അനുഷ്ഠിച്ചത് ധർമ്മമാണോ? അദ്ദേഹം തന്നെ തന്നെ പണയം വെച്ചതിന് ശേഷമല്ലേ തന്നെ യഥാർത്ഥത്തിൽ പണയം വെച്ചിരിക്കുന്നത്? അതിൽ ന്യായമുണ്ടോ? അവസാനം വികർണൻ പറഞ്ഞു, ദ്രൗപദി പറയുന്നതാണ് ശരിയെന്ന്. അപ്പൊ കർണൻ പറയുകയാണ്, പ്രായമേറെ ചെന്ന മഹാനുഭാവന്മാരാകുന്ന നമ്മുടെ പൂർവിക മുത്തശ്ശന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഭീഷ്മപിതാമഹൻ, വിതുരമഹാശയൻ, ഇങ്ങനെയുള്ളവരിൽ ആരെങ്കിലുമൊക്കെ പറയട്ടെ, നിന്റെ ബുദ്ധി വളരെ ശ്രേഷ്ഠൻ തന്നെ, നീ അവിടെ ഇരിക്കൂ, പ്രായം കുറഞ്ഞവൻ. എന്നാൽ ഓരോരുത്തരോടും ചോദിച്ച സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് തന്നെ പറയട്ടെ എന്ന് കർണൻ ശഠിച്ചു. യുധിഷ്ഠിര മഹാരാജാവ് ശിരസ്സു കുനിച്ചിരുന്നു. ഭീഷ്മപിതാമഹൻ പറഞ്ഞു, ധർമ്മസ്യ ഗഹനോ ഗതി, ധർമ്മത്തിന് ബഹുമുഖങ്ങളാണ് എന്ന് പറയുണ്ടായി. അപ്പം ഇതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടുള്ള കർമ്മങ്ങൾ എന്ന് പറയുന്ന ഓരോന്നും എങ്ങനെയാണ് നമ്മൾ ധർമ്മസ്വരൂപത്തിൽ സ്വീകരിക്കാൻ സാധിക്കുക, ധർമ്മചരണം ചെയ്യാൻ സാധിക്കുക? അതിനെ ഭഗവാന്റെ ധർമ്മത്തെ നമ്മുടെ ജീവിതമായിട്ട് കൂട്ടിക്കെട്ടിയാൽ സാധിക്കില്ല. ധർമ്മചരണം ചെയ്യണമെങ്കിൽ ഭഗവാൻ തൻ്റെ വാഗ്മയീ സ്വരൂപമാകുന്ന ഉപദേശങ്ങൾ കൊടുത്തതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കണം. ഇതാണ് ഭഗവാൻ ഉദ്ധവ മഹാശയനിലൂടെ നമുക്ക് ഭാഗവത ധർമ്മം എന്ന് പറയുന്ന ഒന്നിനെ പ്രദാനം ചെയ്യുന്നത്. പലരോടും ഉപദേശരൂപേണ പറഞ്ഞെങ്കിൽ അർജുന മഹാശയന് വേണ്ടിയിട്ടല്ലേ ഭഗവത്ഗീത, പരീക്ഷത്തിന് വേണ്ടിയിട്ടല്ലേ ഭാഗവതം, ഇതൊക്കെ നമ്മുടെ സാധാരണ മനുഷ്യബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിക്കാം. പക്ഷെ എന്നാൽ ജീവനിൽ ഓരോരുത്തർക്കും ശരീരമെന്ന പ്രിയം കൊണ്ട്, ഭോഗാസക്തി കൊണ്ട്, കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ലോകത്തെ വിചിത്രമായും വികൃതമായും കണ്ട് അതിൽ ആസ്വദിച്ചുകൊണ്ട് കഴിയുന്നതിനേക്കാൾ എത്രയോ സുന്ദരമാണ് താൻ തന്നിലൂടെ ജീവിക്കുക. പരസ്യപ്പെടുത്താനും പരസ്യപ്പെടുത്തലുകളും ഒരു പരിധി വരെയേ നമ്മളെ സ്വാധീനിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കത് ആവശ്യം ഉണ്ടാവില്ല. അത് നമ്മളിലേക്ക് മടങ്ങാൻ നമ്മളെ ആഗ്രഹിപ്പിക്കും. അപ്പോൾ അമോഘമായിട്ടുള്ള സത്യാന്വേഷികളാകുന്ന സത്യദൃക്കുകളാകുന്ന ഋഷീശ്വരന്മാർ നിക്കൂട്ടമായിട്ടുള്ളതാണെന്ന് പറയാൻ കാരണം നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് സഞ്ചരിക്കേണ്ടതാണ് എന്നുള്ളത് വ്യക്തമായി കാണിച്ചു തരാനാണ്. ഭഗവാനും ഇത് തന്നെയാണ് പറഞ്ഞത്, നീ നിന്നിലേക്ക് മടങ്ങൂ, അപ്പം നിനക്ക് നിന്റെ അന്തസത്തയെ മനസ്സിലാവും. ഇങ്ങനെ ബാഹ്യേന്ദ്രിയങ്ങളെ കൊണ്ട് പിടിക്കാൻ പറ്റാത്ത സത്വത്തെ എങ്ങനെയാ പിന്നെ ഭഗവാൻ വാക്കുകൊണ്ട് വർണ്ണിച്ചത്? അതിനെ ഭഗവാനെ തന്നെ ആദ്യം ബ്രഹ്മാവ് അവതാര സമയത്ത് ശ്രീമദ് ഭാഗവതത്തിൽ വലിയ ഒരു ധർമ്മത്തിലൂടെ സ്തുതിക്കുന്നുണ്ട്. യജുർവേദം, ഋഗ്വേദം മുതലായിട്ടുള്ള വേദ അംഗമായിട്ടുള്ള ചില മന്ത്രങ്ങളെ കൊണ്ട് നമ്മളെല്ലാം പറയും സാധാരണ പുരുഷ സൂക്തം എന്നുള്ള മന്ത്രത്തിലൂടെ സ്തുതിച്ചു എന്നാണ് പറയുക. പുരുഷന് വേണ്ടി ചെയ്യുന്നത് എന്ന് വ്യാഖ്യാനിച്ചാൽ അബദ്ധമായി തീരും. എന്തെന്നാൽ ജീവൻ യഥാർത്ഥ സ്വരൂപത്തെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ധർമ്മോപദേശം അത് ബ്രഹ്മാവ് ആദ്യം തന്നെ സ്തുതിക്കുണ്ടായി. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠദശാങ്കുലം. എൻ്റെ ആചാര്യനാകുന്ന ശിവേട്ടൻ വളരെ ലളിതമായിട്ട് ഇതിനെ മലയാളത്തിലേക്ക് പറഞ്ഞു. എങ്ങും ശീർഷം, എങ്ങും നേത്രം, എങ്ങും പാദം, ഇതേ വിധം അദ്ഭുതാകാരമായിട്ട് ചൊൽവൂ പുരുഷനെ ശ്രുതി. മാത്രമല്ല അതിനെ ഒന്നും കൂടി വെളിവാക്കാൻ, പുരുഷൻ ഭൂമിയാകവേ മൂടിത്തന്റെ വിഭൂതിയാൽ ശേഷിച്ചു പിന്നെയും നിൽപ്പൂമേലെ 10 അങ്കുലത്തോളം. മൂന്നാമത്തെ ആ ഒരു രണ്ടാമത്തെ മന്ത്രം കൊണ്ട് പുരുഷയേവേദകം സർവം യദ്ഭൂതം മെച്ചഭവ്യം ഉദാമൃതത്യസ്യേശാനയതന്നേനാതിരോഹതി.
ഇങ്ങുള്ളതെല്ലാം പുരുഷൻ ഭൂതഭവ്യങ്ങളും അവൻ അമൃതത്തിൻ നാഥനവൻ പടരുന്നു ശരീരിയായി. ഈ സദസ്സിൽ അനേകം മഹാനുഭാവന്മാരായിട്ടുള്ള സുഹൃതികളായിട്ടുള്ള ജനതകൾ ഇരിക്കുന്നവർക്ക് പുരുഷ സൂക്തം എന്നുള്ള മന്ത്രം നമ്മുടെ വൈദിക പാരമ്പര്യത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല, താന്ത്രികമായ പൂജാസമ്പ്രദായങ്ങളിൽ ഏതൊരു ദേവനെ പൂജ ചെയ്യുമ്പോഴും ഉപയോഗിക്കാവുന്ന പുരുഷ സൂക്ത മന്ത്രം. എന്നാൽ ആ പുരുഷ സൂക്തം എന്ന് പറയുന്നതിനെ, പുരുഷ സൂക്തം എന്ന വാക്കിൽ നിന്ന് തന്നെ പുരുഷനെ കുറിച്ചുള്ള സ്തുതിയാണ് എന്ന് വരുന്നുണ്ട്. ഈ പുരുഷൻ എന്ന വാക്കിനെ ഉപനിഷത്തിലെ അദ്വൈതപൂർണ്ണെന്നും ദ്വൈതപൂർണ്ണെന്നും രണ്ടർത്ഥം വരും. എന്തെന്നാൽ ഉപനിഷത്തിൽ പൂർണ്ണൻ രണ്ടാമതൊരു പൂർണ്ണമായി എന്ന് പറയുന്നൊരാശയം. ഇതിൽ ആദ്യത്തെ പൂർണ്ണൻ അദ്വൈത പുരുഷനും രണ്ടാമത്തേത് ദ്വൈത പുരുഷനുമാണ്. ഇങ്ങനെ വിരാട് പുരുഷനും യഥാർത്ഥത്തിൽ അദ്വൈതമാകുന്ന പൂർണ്ണസ്വരൂപവും, ഈ വിരാട് പുരുഷനിൽ തൻ്റെ അന്നമെന്ത് ഭോക്താവെന്ത് എന്നുള്ള അറിവ് വേണ്ടതുപോലെ ഉള്ളവൻ. സാധാരണ ശരീരികൾക്ക് അത് ലഭിക്കില്ല. താനും തന്നിൽ നിന്ന് അന്യവും. സൂര്യൻ പ്രാണനാകുമ്പോൾ സൂര്യൻ അന്യമായതെല്ലാം ജഗത്ത്. ഇതുപോലെ നമ്മളിൽ ശരീരം ലഭിക്കുന്ന സമയത്ത് നമ്മളും നമ്മളിൽ നിന്ന് അന്യമായ ലോകത്തെയാണ് സ്മരിക്കുക. പക്ഷേ ഭഗവാന്റെ ആ വിരാട് സ്വരൂപ ദർശനം, വിരാട് പുരുഷ ഭാവത്തിലേക്കുള്ള ഉണർച്ച, അത് ലോകോപകാരാർത്ഥം ലോകമംഗളമായിട്ട് തീരാൻ വേണ്ടിയിട്ട് അവന്റെ മഹിമാവെല്ലാം അവൻ അധികനെത്രയോ അവന്റെ കാലം ശം ലോകം മുക്കാലമൃതമമ്പതം. മൂന്നാമത്തെ ശ്ലോകം ഏതാവാനസ്യ മഹിമ അദോജ്യായാംശ്ച പൂരുഷ പാതോസ്യ വിശ്വഭൂതാനി ത്രിപാദസ്യാമൃതം ധിവി. എത്ര മംഗളമായിട്ട് പറഞ്ഞു. അവന്റെ മഹിമാവെല്ലാം അവൻ അധികനെത്രയോ അവന്റെ കാലം ശം ലോകം മുക്കാലമൃതമമ്പതം. പിന്നീട് പറയാണ് മുക്കാലമൃതമായുള്ളോൻ കാലാലിങ്ങു ഭവിക്കുന്നു ഇക്കാലം ശമ്പടർന്നതേ ചരാചര ജഗത്തുകൾ. അവൻ സൃഷ്ടിച്ചു ബ്രഹ്മാണ്ടം വിരാട് പുരുഷനെയുമേ. വിരാട് പുരുഷൻ സൃഷ്ടിച്ചു ഭൂമിയും ജീവജാലവും. യത് പുരുഷേണ കവിഷാദേവാ യജ്ഞമതന്വത വസന്തോ അസ്യാസീത്യാജ്യം ഗ്രീഷ്മയുത്മ ശരദ്ദവി. അങ്ങനെ ആറാമത്തെ മന്ത്രം പറയുമ്പോൾ പുരുഷൻ ഹവിസ്സായുള്ള യജ്ഞം നടത്തി ദേവന്മാർ വേനലിത്മം ശരദ്രവ്യം വസന്തം നെയ്യുമായതിൽ. ഏഴാമത്തെ മന്ത്രം പറയാണ് സപ്താസ്യാസൻ പരിതയത്ര സപ്തസമിതകൃത ദേവായജ്ഞം തന്വാന അഭദ്രൻ പുരുഷം പശും. തീർത്തു പരിധി 7 വിറകിരുപത്തൊന്നുമേ പുരുഷപ്പശുവെ കെട്ടി നടത്തി യജ്ഞം ദേവന്മാർ. തം യജ്ഞം ബർഷിപ്രൗക്ഷൻ പുരുഷം ജാതമഗ്രത തേന ദേവ അയചന്ദസാധ്യാർഷയശ്ചയേ. ആദ്യജാതൻ പുരുഷനെ മന്ത്രപൂർവം കുളിപ്പിച്ചു ഋഷികൾ ദേവർ സാധ്യന്മാർ യജിച്ചു വിധിയാം വിധം. തസ്മാത് യജ്ഞ സർവഹോദ സമ്പ്രദം ബൃഹദാജ്യം പശുംസ്താൻ ചക്രേ വായവ്യാൻ ആരണ്യാൻ ഗ്രാമ്യാശ്ചയേ. സർവാത്മാവിന്റെ ഹോമത്തിൽ ഉണ്ടായി പാൽ തൈർ ഭോജ്യങ്ങൾ മൃഗങ്ങൾ ഗ്രാമ്യമാരണ്യം വായു സഞ്ചാരി ജീവികൾ. ഇങ്ങനെ വളരെ ലളിതമായി നമുക്കെല്ലാവർക്കും ഹൃദ്യമാകുന്ന രീതിയിൽ മാതൃഭാഷയിലെ ഈ മന്ത്രത്തെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് തോന്നലുണ്ടാവും. ഇതിന് ഉപനിഷിതമായിട്ടുള്ള ഒരു ദർശനം വളരെ ഇഷ്ടം ജനിക്കണം. അപ്പോഴാണ് മന്ത്രത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുക. അതിനാണ് ഭഗവാന്റെ വാക്കുകളെ മന്ത്രമായിട്ട് ഭഗവാനിലേക്ക് സ്വീകരിച്ച ആള്. അതാണ് ഉദ്ധവ മഹാശയൻ. മുക്താവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഇതിനെ മുഴുവൻ 10 ഉപനിഷത്തുകളിൽ 9 എണ്ണവും അദ്ദേഹം ചെയ്തു. പുരുഷ സൂക്തത്തിന് ചെയ്തു. ഭഗവത്ഗീതയ്ക്ക് 2 അധ്യായങ്ങൾ കഴിഞ്ഞു. ഇതൊന്നും പരസ്യപ്പെടുത്താനോ പരസ്യങ്ങൾക്കോ ആഗ്രഹിച്ചുകൊണ്ടല്ല. പക്ഷെ എങ്കിലും ചിലവര് അതിനെ മറ്റുള്ളവർക്ക് അറിയിക്കാൻ വേണ്ടി ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ യജ്ഞം എന്ന ഭാവത്തെക്കുറിച്ച് വിരാട് പുരുഷ സൃഷ്ടിയെ യജ്ഞം എന്നാണല്ലോ പറഞ്ഞത്. പുരുഷ സൂക്തത്തിൽ ആദ്യം പറഞ്ഞ പുരുഷൻ ഉപനിഷത്ത് പുരുഷനാണെന്നും ആ പുരുഷനെ അനന്യൻ, പൂർണ്ണൻ, അദ്വൈതൻ എന്നീ പേരുകളിലാണ് ഉപനിഷത്ത് വർണ്ണിക്കുന്നത്. ഇങ്ങനെ ഉപനിഷിതമായിട്ടുള്ളത്, വളരെ നിഗൂഢമായിട്ടുള്ളത്, ആ ഒരു ഉപദേശം ഭഗവാൻ ശ്രേഷ്ഠനായിട്ടുള്ള ആൾക്ക് ഉപദേശിച്ചു. അർജുന മഹാശയൻ മധ്യമ പാണ്ഡവനാണ്. അവൻ ഉപദേശിക്കുമ്പോൾ കർമ്മയോഗം മുതലായിട്ടതിനെ ഉപദേശിച്ചു. അവസാനം മോക്ഷസന്യാസയോഗം എന്ന് പറയുന്ന അവസ്ഥയെ ഉപദേശിച്ചു. പക്ഷേ അവിടെ പറയുന്ന രീതി ഭഗവാൻ യോഗഭാവത്തിൽ യോഗതലത്തിൽ നിന്നുകൊണ്ട് മറ്റേ ഭൗതികമായിട്ടുള്ള സാധാരണ താന്ത്രികമായ വൈദികമായിട്ടുള്ള ക്രിയകളെക്കുറിച്ചൊക്കെ ഉദ്ധവ മഹാശയനോട് പറയുന്നുണ്ട്. മാത്രമല്ല നമുക്ക് പലവിധത്തിലുള്ള ഗുണങ്ങളുണ്ടാകുന്ന അണിമ, ലഘിമ, മഹിമ, ഗരിമ, ഈശത്വം, വശ്യത്വം മുതലായിട്ടുള്ള അഷ്ടൈശ്വര്യങ്ങളെ ലഭിക്കുന്നതായിട്ടുള്ള ഗുണങ്ങളെ പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം വിഭൂതികളാണെന്നും അതിനെ ആരും
ആഗ്രഹിച്ചോ അതിനെ ലക്ഷ്യം വെച്ചോ സഞ്ചരിക്കലല്ല നമ്മുടെ ധർമ്മമെന്നും മുക്തമാകുന്ന അവസ്ഥയിലേക്ക് സഞ്ചരിക്കേണ്ടവരാണെന്നും, അപ്പൊ നമ്മളെല്ലാവരും ഇന്ദ്രിയാധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തെ ഒരല്പം നിർത്തി ആശാഗ്രസ്തർക്കില്ല പൂർണ്ണസുഖം, ഓരോരുത്തർക്കും അനേക മോഹങ്ങളോടുകൂടി സഞ്ചരിക്കുകയാണ്. ഈ ശ്രീമദ് ഭാഗവത ശത്രം എന്ന് പറയുന്ന കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു ധർമ്മം വീണ്ടും ഇന്നിവിടെ ഒരു നൈമിഷാരണ്യ ഭൂമിയായി ഏകാദശകാലം ഒരു ദശവർഷക്കാലം കഴിഞ്ഞ് പിന്നിടുമ്പോൾ ഇതിൻ്റെ ഉത്തമോത്തമമായിട്ടുള്ള ചരിത്രത്തിൻ്റെ സുവർണലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു മഹാരഥം ഇതിൻ്റെ സനാതനമായ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പം അത് 11ാമത് ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ ഈ എളിയവനും സഹൃദയന്മാരായ നിങ്ങളേക്ക് ദർശിക്കാനും അനേക ജന്മസംപ്രാപ്തോ എന്ന് പറഞ്ഞതുപോലെ അധികം പാണ്ഡിത്യമൊന്നുമില്ലെങ്കിലും ഈ ഭഗവാന്റെ ധർമ്മത്തെ ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറിയാൻ വേണ്ടി അനേകം ആൾക്കാരെ ശരണാഗതി പ്രാപിച്ച കൂട്ടത്തിൽ എൻ്റെ ആചാര്യനെ ദർശിച്ചതും അദ്ദേഹത്തിലൂടെ മനസ്സിലാക്കിയ ചെറിയ ഈ അറിവിനെ നിങ്ങൾക്ക് പകർന്നു നൽകാനും ഇവിടേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടക തലം മുതൽ ഇങ്ങോട്ട് ആത്യന്തികം ഈ സത്രത്തിൻ്റെ വിജയീഭാവത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യാതിരേകം എന്നും ഭൂമണ്ഡലത്തെ യശസ്കരമായി ഉയർത്താനും ഉണർത്താനും ഇടവരട്ടെ. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ഇന്ന് അത്യന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസങ്ങളും ഇവിടെ അനേകം ആൾക്കാർ വന്ന് ഉത്സവേ അന്നദാനേന എന്ന് പറഞ്ഞതുപോലെ മഹോത്സവങ്ങളായി നാമസങ്കീർത്തനങ്ങളായി അനേക ധർമ്മചരണം ചെയ്യുന്ന പ്രവക്താക്കളുടെ പ്രവചനങ്ങൾ കേട്ടതിൽ തീർച്ചയായും ഈ എളിയവനും 2 വാക്ക് കുറച്ചു സമയം നിങ്ങളോട് സംവദിക്കാൻ ഇട നൽകി ഏതൊരു ദേവനാണോ തന്നെ ഈ വിധത്തിൽ ഇതിനെ നിയോഗിച്ചുകൊണ്ട് കുറച്ച് വേദികളിലൂടെ സഞ്ചരിച്ച് നിങ്ങളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ആ ഭഗവാന്റെ കാരുണ്യാതിരേകം പ്രകീർത്തിക്കാൻ ഭക്തന്റെ ലക്ഷണത്തെ ഇവിടെ ഏകാദശ സ്കന്ധത്തിൽ ഏകാദശ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിനെ പ്രതിപാദ്യ വിഷയമുള്ളവർ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന ഭാഗങ്ങളെ പ്രവചിക്കുന്നവർ നിങ്ങളോടതിനെക്കുറിച്ച് ഗഹനമായിട്ട് പറയും. എനിക്ക് തന്ന സമയം അത് ഇവിടെ പര്യവസാനിച്ചിരിക്കുകയാണ്. 6:10 വരെ എടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അതും പൂർണ്ണമിതും പൂർണ്ണം പൂർണ്ണത്തിൽ പൂർണ്ണമുദ്ഭവം പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തെ നീക്കിലും ബാക്കി പൂർണ്ണമാം. ഓം ശാന്തി ശാന്തി ശാന്തി.